ഇസ്രയേൽ മക്കൾ ബാബിലോണിൽ. എന്തുകൊണ്ടവർ ബാബിലോണിലേക്ക് പോയി? വാഗ്ദത്ത ദേശമാകുന്ന ഇസ്രയേലിൽ എത്തിയ ശേഷം സുദീർഘ നാളുകളിലൂടെ വികാസം പ്രാപിച്ചെടുത്ത അവരുടെ ആത്മീക ചിന്തകൾ, സ്വന്തമായൊരു ദൈവാലയം, ലോകത്ത് തന്നെ ഏകസത്യ ദൈവത്തെ സ്തുതിക്കുവാൻ ലഭ്യമായ ആദ്യത്തെ കെട്ടിടം, ആദ്യത്തെ മന്ദിരം, ഇതൊക്കെ സോളമൻ ദ ഗ്രേറ്റിൻ്റെ കാലത്തുണ്ടായി. എന്നാൽ പിൽക്കാലത്ത് സംഭവിച്ചത് ഇസ്രയേലിൻ്റെ രാഷ്ട്രീയം പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ്. രാജ്യം രണ്ട് പ്രബല മേഖലകളായി തിരിയുന്ന കാഴ്ച കണ്ടു. 10 ഗോത്രങ്ങൾ വടക്കേ രാജ്യമെന്നും 2 ഗോത്രങ്ങൾ തെക്കേ രാജ്യമെന്നും വിന്യസിക്കപ്പെട്ടു. തെക്കും വടക്കുമായി 2 രാജ്യങ്ങൾ. തെക്കേ രാജ്യം യഹൂദി എന്നും വടക്കേ രാജ്യം ഇസ്രയേൽ എന്നും അറിയപ്പെട്ടു. തെക്കേ രാജ്യമാകുന്ന യഹൂദിയുടെ ക്യാപിറ്റൽ ജെറുസലേമായിരുന്നു. വടക്കേ രാജ്യമാകുന്ന ഇസ്രയേലിൻ്റെ ക്യാപിറ്റൽ ശമര്യ ആയിരുന്നു. തെക്കേ രാജ്യത്തിൻ്റെ പ്രത്യേകത യെരുശലേം ദേവാലയം അവിടെയായിരുന്നു. വടക്കേ രാജ്യത്തിലെ ആദ്യകളുടെ ആരാധന, ചിലതരം പള്ളികൾ, സിനഗോഗുകൾ ഇവയൊക്കെ സ്ഥാപിച്ച് അവിടെയായിരുന്നു ആരാധന. തെക്കേ രാജ്യത്തിൽ 2 ഗോത്രങ്ങളാണ്, ബെന്യാമീനും യഹൂദാ ഗോത്രവും പ്രബലമായിട്ട്. ഇതര ഗോത്രങ്ങൾ 10 വടക്കായിരുന്നു. വടക്കേ രാജ്യത്തെ ഇസ്രയേൽ എന്ന് വിളിച്ചു, തെക്കേ രാജ്യത്തെ യഹൂദിയ എന്ന് വിളിച്ചു. ചുരുക്കത്തിൽ കുറേ കാലഘട്ടം കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അത് അസീറിയ എന്ന ഒരു രാജ്യം ക്രിസ്തുവിന് 721 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ ഇസ്രയേൽ ലക്ഷ്യമിട്ട് യാത്രയായി. ഇസ്രയേലിനെ പിടിക്കണം, ആ രാജ്യത്തെ വരുതിയിലാക്കണം. അങ്ങനെ ശക്തരായ അസീറിയൻ സൈന്യവും രാജാക്കന്മാരും ഈ മേഖല മുഴുവൻ പിടിച്ചെടുത്തു. 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രയേൽ മക്കളെ അസീറിയക്കാർ അധീനതയിലാക്കിയിട്ട് അവർ ചെയ്ത ചില പ്രവൃത്തികൾ കേട്ടാൽ ഒരു വിരോധാഭാസം പോലെ തോന്നും. കാരണം ആ ദേശത്തിലെ സ്ത്രീകളെ മുഴുവനായി തന്നെ 5 രാജ്യങ്ങളിലെ ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, 5 രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഈ പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക. ജനിതകപരമായ ഒരു സങ്കലനത്തിലൂടെ ഇസ്രയേൽ എന്ന ജാതിയുടെ ആ യാഥാർത്ഥ്യത അഥവാ ഒറിജിനാലിറ്റി, അവരുടെ വംശീയ ശുദ്ധി, അത് നശിപ്പിക്കുവാൻ ഒരു ഗൂഢപദ്ധതിയാണ് അസീറിയക്കാരിട്ടത്. അത് പോകട്ടെ, അതിവിടെ ഒരു പ്രസക്തമായ കാര്യമല്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞ് അവിടെ നിർത്താം. ഇങ്ങനെ വൈദേശിക ബന്ധത്താൽ ഉളവായി വന്ന ആ തലമുറയാണ് ശമര്യർ എന്ന് പറയുന്നത്. ശമര്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊള്ളണം, അസീറിയൻ ആധിപത്യ ശേഷം 10 ഗോത്രങ്ങൾ അസീറിയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അന്യരാജ്യങ്ങളിലെ ആളുകളുമായി ഇടകലർന്നുണ്ടായ സമ്മിശ്ര ജാതിയെയാണ് ശമര്യർ എന്ന് വിളിക്കുക. അങ്ങനെ ഇരിക്കെ ആധിപത്യം മുഴുവൻ പിടിച്ചെടുത്ത അസീറിയക്കാർക്കൊരാഗ്രഹം, തൊട്ടടുത്ത് കിടക്കുന്ന തെക്കേ രാജ്യം കൂടി പിടിക്കണം, യെരുശലേം. അതിലൊരു അപകടമുണ്ട്. അസീറിയൻ സേനകൾ പാഞ്ഞു ചെന്ന് തെക്കേ രാജ്യമാകുന്ന യെരുശലേമും അഥവാ യഹൂദിയും പിടിച്ചെടുത്താൽ ക്രിസ്തു ജനിക്കേണ്ട ഗോത്രമായ യഹൂദ ഗോത്രം അവിടെയാണ് നിലകൊള്ളുന്നത്. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതി പ്രകാരം ജഡരൂപത്തിലെത്തുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ജനിക്കേണ്ട യഹൂദ ഗോത്രത്തിൻ്റെ വംശശുദ്ധി നശിപ്പിക്കുക, അതുവഴി ക്രിസ്തുവിന് പിറവി കൊള്ളാൻ കഴിയാത്ത ഒരു വംശീയ സാഹചര്യം സൃഷ്ടിക്കുക, പ്രവചനം നിറവേറാൻ പറ്റാതെ പോവുക. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതിനും അപ്പുറത്തായിരുന്നു. എന്താണത്? ഇതാ, ഈ 2 ഗോത്രങ്ങളെ മറ്റൊരു രാജ്യവും ലക്ഷ്യമിട്ടു പിടിക്കാൻ. അത് ഈ പറയപ്പെട്ട ബാബിലോണായിരുന്നു. അങ്ങനെ ബാബിലോണ്യരും അസീര്യക്കാരും ഒരേ ഘട്ടത്തിൽ ഈജിപ്ഷ്യരും ഒക്കെ ആഗ്രഹിച്ചു ഇവിടം പിടിക്കാൻ. തന്ത്രപ്രധാനമായി ഒട്ടേറെ മേഖലകളിലൂടെ ഉണ്ട് അത് പിടിക്കാൻ. പക്ഷെ ആ യുദ്ധത്തിൽ ജയിച്ചത് അന്ന് ദുർബലരായ ബാബിലോണ്യരായിരുന്നു. അങ്ങനെയാണ് ഇവരെ, ഇസ്രായേൽ മക്കളിൽ 2 ഗോത്രങ്ങളെ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നത്. കാര്യം മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ശ്രദ്ധിക്കണം. ഇസ്രായേൽ 12 ഗോത്രമാകെ അത് തെക്കും വടക്കുമായി വഴിപിരിഞ്ഞു. വടക്കൻ രാജ്യത്തെ അസീറിയക്കാർ പിടിച്ചു. അസീറിയൻ ആധിപത്യം ശക്തിപ്പെട്ടപ്പോൾ അവർ മിശ്ര സമൂഹത്തെ ഉളവാക്കി. ഇതേ പ്രവണത നടപ്പിലാക്കും
എന്ന നിലയിൽ താഴെ അടുത്ത് കിടക്കുന്ന യഹൂദിയെ കൂടി തങ്ങളുടെ ഭാഗമാക്കാൻ അസീര്യക്കാർ മുതിർന്നു. അസീറിയ ഇതിനുവേണ്ടി യഹൂദ്യ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ യഹൂദ്യ പിടിക്കാൻ മറ്റൊരു രാജ്യം ഇഷ്ടപ്പെട്ടു, അത് ബാബിലോന്യ. ഇവിടെ പിടിക്കാൻ മറ്റൊരു രാജ്യം ഇഷ്ടപ്പെട്ടു, അത് ഈജിപ്റ്റ്. ഏറ്റവും ഒടുവിൽ ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ഗോത്രങ്ങളെ ബാബിലോണിൽ കൊണ്ടുപോയി. ബാബിലോണിൽ കൊണ്ടുപോകുമ്പോൾ അതിലൊരു ശരിയുള്ളത്, അതിലൊരു യാഥാർത്ഥ്യമുള്ളത്. 10 ഗോത്രങ്ങളെ വംശീയ ശുദ്ധി നശിപ്പിക്കാൻ ശ്രമിച്ച അതേ അസീറിയ വന്ന് ഈ 2 ഗോത്രങ്ങളെ പിടിച്ച് കൂടുതൽ എളുപ്പത്തിൽ വംശശുദ്ധി നടത്തി. ജൂതൻ എന്നൊരു സമൂഹം, യാക്കോവിൻ്റെ മക്കൾ എന്നൊരു സമൂഹം അവർ ഭൂമിയിൽ ഇല്ലാത്ത വിധത്തിലാക്കി തീർക്കുമായിരുന്നു. പക്ഷേ അസീറിയൻ പോളിസി നോക്കുക, ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കിയാൽ അവർ ചെല്ലുന്ന ഇടത്തെ ആളുകളുമായി വിവാഹബന്ധത്തിലേർപ്പെടും. മനസ്സിലായോ? എന്നാൽ ബാബിലോന്യ പോളിസി നേരെ വിപരീതമാണ്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കിയാൽ ഒരിക്കലും അവർ വിവാഹം കഴിക്കില്ല, വംശശുദ്ധി നിലനിർത്തി പോകാം. ഇങ്ങനെ 2 ഗോത്രങ്ങൾ ബാബേലിലേക്ക് മടങ്ങിപ്പോയി. അതാണ് മത്തായി വിലപിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് മത്തായി. മത്തായി പറയാണ്, യേശുവിൻ്റെ ജന്മവേളയിൽ ധാരാളം പിഞ്ചോമനകളെ കൊല്ലുന്ന ഒരു സംഭവമുണ്ട്. മത്തായി അവിടെ ഹോശിയ പ്രവാചകന്റെ ഒരു പ്രവചന ഭാഗമെടുത്ത് രേഖപ്പെടുത്തുകയാണ്. ഇരമ്യ പ്രവാചകനിൽ നിന്ന് എന്താണ് പറയുന്നത്? രാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകുവാൻ സംഗതി വന്നു. മത്തായി ഇത് കൊട്ട് ചെയ്യുന്നതൊരു ശരിയായ അർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ ഇതിന് മറ്റൊരർത്ഥമുണ്ട്. ക്രിസ്തുവിന് 600 വർഷങ്ങൾക്കപ്പുറത്ത് ഇസ്രായേൽ മക്കളുടെ ആ മടങ്ങിപ്പോക്കൊടുക്കുക, അവരെ തിരിച്ചു പോക്ക് ബെന്യാമിൻ്റെ അതിരിങ്കലെ സേർസഹിൽ റാഹേലിൻ്റെ കല്ലറയുടെ അരികിൽ കൂടിയാണ്. ഈ റാഹേലിൻ്റെ കല്ലറ വളരെ പ്രസിദ്ധമാണ്. ഇന്നും ഇസ്രായേൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഈ ടോംബ് ഓഫ് റേച്ചൽ കാണുവാൻ സാധിക്കും. ആ കല്ലറയ്ക്ക് വലിയൊരു കഥ പറയാനുണ്ട്. ഈ കല്ലറയിൽ ഈ സഹോദരി അടക്കം ചെയ്തു. അവരുടെ മരണാനന്തരം ഇവിടെ വെച്ച് ഈ സ്ത്രീ അടക്കം ചെയ്ത് കാലമേറെ കഴിഞ്ഞ് ഇതുവഴി കടന്നു പോകുകയാണ്. റാഹേലിൻ്റെ മഴക്കാലടക്കമുള്ള ഇസ്രായേൽ മക്കൾ പീഡിതരായി കടന്നു പോകുകയാണ്. ഇരമ്യാവി പ്രവചനം പറയുമ്പോൾ റാഹേൽ ജീവിച്ചിരിപ്പില്ല. ചുരുക്കത്തിൽ നേരിട്ട് അത് റാഹേലിനെ ബാധിക്കുന്ന കാര്യവുമല്ല. റാഹേലിൻ്റെ കരച്ചിലും അക്ഷരാർത്ഥത്തിലൊരു സംഭവമല്ല ഇവിടെ എടുത്തു പറയുന്നത്. അത് പ്രവാചകന്റെ ഒരു വിലാപമാണ്. അല്ലയോ റാഹേൽ, നിന്റെ കല്ലറയുടെ മുമ്പിൽ കൂടി ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നീ കുഞ്ഞുങ്ങളുണ്ടായല്ലോ എന്നോർത്ത് കരയും. കാരണം മറ്റൊന്നല്ല, ജയമെടുത്തു നിങ്ങൾ ഒരിക്കൽ ഇതുവഴി കടന്നുപോയതാണ്. ആ സ്ഥാനത്തിതാ പരാജിതരായി ഒരുപറ്റം ആളുകൾ മടങ്ങിപ്പോകുന്നു. ഇന്ന് റാഹേൽ ജീവിച്ചിരുന്നെങ്കിൽ മക്കളെ ചൊല്ലിക്കരയുമായിരുന്നു എന്ന് ഇരമ്യാവ് വിലപിക്കുന്ന ഭാഗമാണ് അവിടെ കൊട്ടിത്തിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ എത്തി. ബാബിലോണിലെത്തിയ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ, അതികഠിനമായ പീഡകൾക്ക് അവർ വശംവദരായി ബഹുഭൂരിപക്ഷം ആളുകൾ. പക്ഷെ രാജസന്തതികളിൽ കുലീനന്മാരായ ഈ ചെറുപ്പക്കാർക്ക് ഇത്തരം പീഡകളിലൂടെ കടക്കേണ്ടി വന്നില്ല. ിക്കുവാൻ രാജാവ് ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി ഈ കുട്ടികളെ കൊണ്ടുവന്ന ചക്രവർത്തി നെബൂഖദ്നേസർ, ഓർത്തു നോക്കുക, നിമ്രോദ് ഭരണം ആരംഭിച്ച ബാബിലോൺ എന്ന സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടങ്ങളെ ഏറെ കഴിഞ്ഞുള്ള ഭരണാധികാരി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിമ്രോദിൻ്റെ തലമുറയുടെ ഇളമുറക്കാരൻ. നേരിട്ടൊരു തലമുറയൊന്നും ആയിരിക്കില്ല, പക്ഷേ ആ ഭരണത്തിൻ്റെ പിൻഗാമി. 28 തലമുറയ്ക്കപ്പുറത്ത് അബ്രഹാം ജയമെടുത്തു വന്ന ഇടത്തേക്ക് ഇതാ 28 തലമുറയ്ക്ക് ശേഷമുള്ള ആളുകൾ മടങ്ങിയെത്തി. നിമ്രോദിന്റെ ആ തലമുറ അല്ലെങ്കിൽ ആ അനന്തരാനുഗാമിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ച കാണുകയാണ്.
അവർ മടങ്ങിച്ചെന്നു. അവരുടെ പേര് മാറ്റി. ഒരു പടം പഠിക്കണം. 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് മാറ്റുകയാണ്. അത് 2-ാം അധ്യായത്തിൽ കടക്കുമ്പോൾ അവരുടെ ആഹാര രീതി മാറ്റുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ആരാധനാ രീതി മാറ്റുകയാണ്. ഇത് സാധാന്യമായ ഉന്മൂലനത്തിൻ്റെ ഒരു ഘട്ടമാണ് കാണുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതെന്താണ്? അവരുടെ പേര് മാറ്റി. ആ പേരുമാറ്റം ഒരു തുടക്കം മാത്രമായിരുന്നു. ആ പേരുമാറ്റത്തിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ആഹാര രീതികൾ മാറ്റി. അതുപോലെ അടുത്ത ഘട്ടം അവരുടെ ആരാധന മാറ്റി. ഇതാണ് കാഴ്ച. ഇതിൽ നമുക്ക് പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് വരാം. ഈ കുട്ടികൾ അവർക്കൊരുക്കിയ ആഹാരം വർജിക്കുന്ന ഒരു നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട പ്രമേയം. ഈ നിലപാട് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഈ കുട്ടികളുടെ കഴിവും അവരുടെ പ്രാപ്തിയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന രാജാവിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്. അവർ കഴിച്ചേ പറ്റൂ. പക്ഷെ അവർക്കിത് കഴിക്കാൻ വയ്യ. അതിനവരുടെ നിലപാടിതാണ്: ഈ വീഞ്ഞു കുടിച്ചു, ഈ മാംസം കഴിച്ചു, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല. ഇതാണ് അവരുടെ നിലപാട്. അട്ടെ, മറ്റൊരു സ്ഥലത്ത് ചെന്ന് അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതോ അവിടുത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതോ ഒരു പാപമല്ല എന്നാകും ആളുകളിൽ പലരും ധരിക്കുക. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനല്ല നിലപാട്. ഏത് ഘട്ടത്തിലും ഏത് മേഖലയിലും അവർ പിടിച്ച വിശ്വാസത്തിൻ്റെ സ്ഥിരത അവർക്ക് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇവർ ഈ ആഹാരം വേണ്ട എന്ന് വെച്ചു. അവർ ശാഖപദാർത്ഥം കഴിച്ചു. അതൊക്കെ നമുക്കറിവുള്ള സംഭവങ്ങളാണ്. നമുക്കതിൻ്റെ പ്രവചനപരമായ ഉൾക്കാഴ്ചകളിലൂടെയാണ് വേഗത്തിൽ പോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം രാജാവ് ഇവർക്കൊരുക്കിയ ആ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച്, ആ ചുറ്റുപാടുകളെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചിട്ട് ഇവരുടെ ഈ ത്യജിക്കലിൻ്റെ കാരണത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണം. നെബൂഖദ്നേസർ രാജാവ് തനിക്കൊരു ക്യാപിറ്റൽ സിറ്റി പണി കഴിപ്പിച്ചു ഇവർ വരും മുമ്പ്. ആ ക്യാപിറ്റൽ സിറ്റിയുടെ സവിശേഷത, അതിൻ്റെ നീളം 14.5 മൈലായിരുന്നു. അതിൻ്റെ വീതിയും 14.5 മൈലായിരുന്നു. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ ഏതാണ്ട് 58 മൈൽ ചുറ്റളവ് വരുന്ന ഒരു സമചതുര പട്ടണം. ഈ പട്ടണത്തിൻ്റെ ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകിക്കൊണ്ടിരുന്നു. ഈ നദി തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട ചരിത്രവും ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു. യൂഫ്രട്ടീസ് നദിക്ക് അക്കരയും ഇക്കരയുമായി വിന്യസിക്കപ്പെട്ടു കിടന്ന പട്ടണം. ആ പട്ടണത്തിൻ്റെ വിസ്തൃതി ഞാൻ ബോധ്യപ്പെടുത്തി. ഏതാണ്ട് 58 മൈൽ ചുറ്റളവുള്ള ഈ പട്ടണം നദിക്കക്കരയും ഇക്കരയും ഒരുപോലെയായിരുന്നു വിസ്തൃതി. ഇതിനു ചുറ്റും പലതരം കണക്കുകൾ ആളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ചില കണക്കുകൾ അതിശയോക്തിപരമാണ്. എന്നാൽ കിട്ടുന്ന ഒരു കണക്കിലെ വിശ്വസനീയമായ ഒരറിവനുസരിച്ച് 87 അടി കനത്തിൽ 60 അടി ഉയരത്തിൽ ഒരു പടുകുറ്റൻ കോട്ട കെട്ടി രാജാവ് ഈ പട്ടണത്തെ സംരക്ഷിച്ചു, ക്യാപിറ്റൽ സിറ്റിയെ. 60 അടി എന്നത് അത്ര നിസാര കണക്കല്ല. 87 അടി തിക്നെസ്, 60 അടി ഉയരം. ഇത്രയും വിശാലമായി ഏതാണ്ട് 58 മൈൽ ചുറ്റളവിൽ ഒരു ഭിത്തി തീർക്കുക. നാം ഇന്നിരുന്ന് ചിന്തിച്ചിട്ട് ഇതൊരു അത്ഭുതമായി തോന്നാം. പക്ഷേ ഈജിപ്തിലെ പിരമിഡും ചൈനയിലെ വൻമതിലും ഒക്കെയായി തുലനം ചെയ്യുമ്പോൾ ഇതത്ര അസംഭവമായൊരു കാര്യമല്ല. അതെന്തുമാകട്ടെ, 87 അടി കനത്തിൽ 60 അടി ഉയരത്തിൽ 58 മൈൽ ചുറ്റളവിൽ ഒരു പട്ടണത്തിന് കോട്ട. ഈ കോട്ടയ്ക്കകത്തേക്ക് കിടക്കാൻ 100 വാതിലുകൾ. ഈ 100 വാതിലുകൾ കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടം. ആ പ്രധാന പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത് ശുദ്ധമായ താമ്രത്തിലാണ്. താമ്രപാളികൾ അടുക്കി അടുക്കി വെച്ച് ബലവത്താക്കി മാറ്റി
ഇരുമ്പോടാമ്പൽ ചെലുത്തി ഉറപ്പുള്ള ഒരു വലിയ വാതിൽ. ഈ താമ്രവാതിൽ മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, അത് മനുഷ്യൻ വലിച്ചാൽ തുറക്കില്ല. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ചെങ്കിൽ മാത്രം തുറക്കുന്ന വാതിൽ. ഈ വാതിലിനൊരു പേരുണ്ട്, ഇഷ്ടാർ ഗേറ്റ്. ഇഷ്ടാർ അത് ഒരു ദേവതയുടെ പേരാണ്. ആ ദേവത ആരെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. സെമീറാമീസിൻ്റെ മറ്റൊരു പേര് ഇഷ്ടാർ. ഇവളിൽ നിന്നാണ് ഈസ്റ്റർ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളതും ഈസ്റ്റർ മുട്ടകൾ സംബന്ധിച്ച കഥകളുമൊക്കെ ഇഷ്ടാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. ഈ ഗേറ്റിനെ കുറിച്ച് മാത്രം തൽക്കാലം പഠിക്കുക. ആ ഗേറ്റ് താമ്രനിർമ്മിതമാണ്. താമ്രപ്പാളികൾ അടുക്കി അടുക്കി വെച്ച് സ്ക്രൂ വിട്ട് മുറുക്കി അത് ഇരുമ്പ് ഓടാമ്പലുകളിൽ സജ്ജീകരിച്ച കനത്ത വാതിൽ. അത് എപ്പോഴും തുറക്കാറില്ല. ആണ്ടിൽ 4-5 തവണ മാത്രം തുറക്കുന്ന പ്രധാന വാതിൽ. ആണ്ടിൽ 4-5 എന്ന് ഞാൻ പറയാൻ കാരണം ദേശീയ പ്രാധാന്യമുള്ള നിമിഷങ്ങളിൽ മാത്രം തുറക്കുന്ന വാതിൽ. ദേവന്റെ പെരുന്നാളിൽ സെമിറാമീസുമായി ബന്ധപ്പെട്ട ആഘോഷവേളയിൽ രാജ്യത്തിൻ്റെ ഇതര ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ആഘോഷങ്ങളിൽ ചടങ്ങുകളിൽ മാത്രമേ പ്രധാന വാതിൽ തുറക്കൂ. പിന്നെ ഏത് വാതിലാണ് ബാക്കി ദിവസങ്ങളിൽ തുറക്കുക? ഇത്തരം 100 കതകുകൾ, ഈ 100 കതകുകൾ പലയിടത്തായിട്ടാണ്. അത് എളുപ്പമാണ് ചിന്തിക്കാൻ. കാരണം 4 മേഖലകളിലായി വിന്യസിക്കപ്പെട്ട് കിടക്കുന്ന ഈ കോട്ടയ്ക്ക് 25 വാതിൽ വീതം ഒരിടത്ത് വന്നാൽ മതി. അതല്ലെങ്കിൽ പ്രധാന വാതിൽ ഒഴിവാക്കിയിടത്ത് കണക്ക് കൊണ്ട് മറ്റേതെങ്കിലും ക്രമമുണ്ടാകാം. ഏതായാലും ഈ 100 വാതിലും അടഞ്ഞു കിടക്കുകയാണ് പതിവ്. ഏത് വാതിലാണ് തുറക്കേണ്ടതെന്ന് രാജാവിൻ്റെ വിശ്വസ്തരായ അനുചരന്മാരാണ് തീരുമാനിക്കുന്നത്. ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ തുറക്കില്ല. സുരക്ഷ പരിഗണിച്ച് പടിഞ്ഞാറേ നടയിലെ 10ാം കതക് ഇന്ന് തുറന്നെങ്കിൽ വടക്കേ നടയിലെ മേഖലയിലെ 3ാം കതകാകും നാളെ തുറക്കുക. ഏത് വഴിയാകണം രാജാവ് പുറത്തു പോകേണ്ടതെന്ന് വിശ്വസ്തരായ അനുചരന്മാർ തീരുമാനിക്കും വിധം സുരക്ഷിതത്വമുള്ളൊരു കോട്ട. അതാണ് ബാബിലോന്യ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. 87 അടി കനം 60 അടി ഉയരമുള്ള കോട്ടയ്ക്ക് മുകളിൽ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഹൈവേ പോലെ വിസ്തൃതി ഉണ്ടായിരുന്നു. ഇതിന് മുകളിൽ കൂടി എപ്പോഴും ജാഗരൂകരായി ബാബിലോന്യ പട്ടാളം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവിടെ പക്കൽ പ്രാകൃത കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈനോക്കുലറുകളുണ്ട്, ലെൻസ് ഘടിപ്പിച്ച ഇതര ഉപകരണങ്ങളുണ്ട്. ദൂരത്തുകൂടി പോകുന്ന ശത്രുവിൻ്റെ സാന്നിധ്യം തൊട്ടടുത്തറിയാൻ കഴിയും വിധം എപ്പോഴും സജ്ജരായിരിക്കുന്ന ബാബിലോന്യ പട്ടാളം. മാത്രമല്ല ഇതിൻ്റെ നിശ്ചിത ഇടങ്ങളിൽ കാവൽ ഗോപുരങ്ങളുണ്ട്, സൈനിക ഓഫീസുകളുണ്ട്. ഇതിൻ്റെ നിശ്ചിത ഇടങ്ങളിൽ ചാരപ്പടക്ക് വിശ്രമിക്കാൻ ഇടങ്ങളുണ്ട്. ധന്യനായ ദാനിയേൽ ഇത്തരം ഒരു മാളികയുടെ മുകളിലായിരുന്നു പാർത്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ പുരാതന കാലത്തെ നിർമ്മാണവും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെയായിരുന്നു. ധാന്യപ്പുരകളുണ്ടായിരുന്നു മുകളിൽ, പാണ്ഡികശാലകൾ, ആയുധശാലകൾ, ഇതൊക്കെ ധാരാളം ഈ മതിലിന് മുകളിൽ ഉണ്ടായിരുന്നു. ബലവത്തായ ഒരു കോട്ട, ദൃഢമായ ഒരു പട്ടണം, എത്ര മഹത്തരവും ഭംഗിയുള്ളതുമാണ് അതിൻ്റെ നിർമ്മാണം. എപ്പോഴും അത് അടഞ്ഞു കിടക്കും. എന്നാൽ നമ്മൾ അടഞ്ഞു കിടന്നിട്ട് കാര്യമില്ലല്ലോ, അതിനകത്തൊന്ന് കാണണ്ടേ? അപ്പോൾ ഇതിനകത്തൊന്ന് കടന്നാലോ? സന്തോഷമാണോ? നമുക്കിനകത്ത് കിടക്കാൻ ഈ പറയുന്ന പ്രയാസമൊന്നുമില്ല. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മളിതിൽ എത്രയോ പ്രതിസന്ധി നിറഞ്ഞെടുത്ത് കടന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ താമസിച്ചവനെ പുറത്താക്കിയിരിക്കുന്നു. അതൊക്കെ പോട്ടെ, ആ കഥകളൊന്നും നമ്മൾ അധികം പറയണ്ട. അപ്പോൾ ഇതിനകത്തേക്ക് കടക്കാൻ വാതിലില്ല. പിന്നെ നമുക്ക് സ്വായത്തമായി ഈ മതിലിൽ അള്ളിപ്പിടിച്ച് കിടക്കേ രക്ഷയുള്ളൂ. അങ്ങനെ മുകളിൽ ചെല്ലുമ്പോഴാണ് മറ്റൊരു കാഴ്ച. മതിലിൻ്റെ മുകളിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭയം ഇരട്ടിക്കും. ഈ മതിലോട് ചേർന്ന് ഒരല്പം സ്പേസ് വിട്ടിട്ട് അപ്പുറത്തൊരു ചെറിയ മതിൽ. ആ ചെറിയ മതിലിൽ നിന്ന് വൻമതിലിലേക്ക് ഇങ്ങനെ തിരികെ ഭിത്തി കെട്ടി യോജിപ്പിച്ചിരിക്കുന്ന നിരവധി കളങ്ങൾ. ഓരോ കല്ലുകളിലും യൂബ്രട്ടീസ് നദിയിലെ വെള്ളം
ചക്രമുപയോഗിച്ച് ചവിട്ടിക്കറക്കി പമ്പ് ചെയ്യാൻ അടിമകളെ ആക്കിയിരിക്കുന്നു. അവർ വെള്ളം നിറച്ചിരിക്കുന്നു. അതിൽ മുതലകളെ പാർപ്പിച്ചിരിക്കുന്ന കിടങ്ങാണ്. അപ്പം നീന്തറിയില്ലേ പാടാ. നീന്തറിയാമെങ്കിലും മുതല വരുമ്പോൾ വേഗത്തിൽ നീന്താൻ പറ്റുന്നവരെ അവിടെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അത്തരം സുരക്ഷിതത്വമുള്ള കോട്ട. പിന്നെന്താ വഴി? ഈ അപകടം പിടിച്ച വഴി വിടാം. ഒറ്റ വഴിയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ പ്രധാന ഗേറ്റ് തുറക്കുമല്ലോ. ആ സമയത്ത് കിടക്കേ രക്ഷയുള്ളൂ. പ്രധാന ഗേറ്റ്, ഇസ്റ്റാർ ഗേറ്റ് തുറക്കും. ഇസ്റ്റാർ ഗേറ്റ് തുറക്കാനുള്ള സ്ഥിതി എന്താ? നമ്മൾ കാണുന്നതൊരു മനോഹര കാഴ്ച. വിശാലമായൊരു ഹൈവേ. ആ ഹൈവേ ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടി ടൈൽസാക്കി മാറ്റി നിലത്തൊട്ടിച്ചിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് വാഹനങ്ങൾ മൃഗങ്ങളാണല്ലോ. മൃഗങ്ങൾ കെട്ടിവലിക്കുന്ന വണ്ടികളുണ്ടല്ലോ. ഇതൊക്കെ ആയിട്ട് ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ പോകണം. പക്ഷേ വളവും പുളവും ചെരിവും ഒട്ടുമില്ലാതെ നിവരേ കിടക്കുന്ന ഒരു വഴി. ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ നിവരേ കിടക്കുന്ന വഴി. എന്നിട്ട് ഇതിൻ്റെ രണ്ടു ഓരത്തും തണൽ മരങ്ങൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. വലിയ തണൽ മരങ്ങൾ. ഈ തണൽ മരങ്ങളുടെ മുകൾ ഭാഗം മുട്ടി ഉരുമി നിൽക്കുകയാണ്. ഇതിനുള്ളിൽ കൂടി പോകുന്ന ഒരാൾക്ക് ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടി പോകുന്ന പ്രതീതിയും സുഖകരമായ കാലാവസ്ഥയും. കൂടാതെ മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, വ്യത്യസ്ത ഫലവർഗ്ഗങ്ങൾ ഒക്കെ ഉള്ള നിരവധി കാഴ്ചകൾ. ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ. കുറേ ദൂരം ചെല്ലുമ്പോഴാ മറ്റൊരു കാഴ്ച. അത് ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസാണ്. നദിക്കക്കര ഇക്കര കടക്കാൻ ഒരു പാലമുണ്ട്. ആ പാലം തുടങ്ങുന്നത് ഒരു ഗോപുരത്തിലാണ്. പാലം അവസാനിക്കുന്നത് മറ്റൊരു ഗോപുരത്തിൽ. ചുരുക്കത്തിൽ അങ്ങും ഇങ്ങും കരയിൽ രണ്ട് ഗോപുരങ്ങൾ. ആ ഗോപുരങ്ങളിലേക്ക് പാലം ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൈവരികൾ താമ്രനിർമ്മിതമാണ്. താമ്രനിർമ്മിതമായ ആ കൈവരികളിൽ എപ്പോഴും മിനുസം വരുത്തി ഭംഗിയാക്കി അതിൽ സ്വർണം പൂശി കാഴ്ചക്കേറ്റവും മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ അതിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ പ്രതിഫലനം യൂഫ്രട്ടീസിൽ കാണാം. ഈ കാഴ്ച കാണാൻ ആളുകൾ കൂടും. അതിനുള്ളിലെ ജീവനക്കാരൊക്കെ വരും. ആ കാഴ്ച എത്ര ഭംഗിയാ. ഇത് കണ്ടിട്ട് അവർ പറയും, ഇത് ബാൽദേവൻ്റെ എഴുന്നള്ളത്താണ്. സൂര്യദേവനായ ബാൽ തൻ്റെ നിത്യപ്രവൃത്തിക്ക് വേണ്ടി എഴുന്നള്ളുകയാണ്. പാട്ടും ആരാധനയും ബഹളമയമായ അന്തരീക്ഷത്തിൽ ബാൽദേവൻ്റെ എഴുന്നള്ളത്ത് ആഘോഷിക്കും പ്രഭാതത്തിൽ ആളുകൾ. സന്ധ്യയാകുമ്പോൾ കുറെ കൊടി ഭംഗിയാണ്. ഈ സൂര്യകിരണങ്ങളുടെ നിറം മാറുമല്ലോ, ചുവപ്പാകും. ആ ചുവന്ന കിരണങ്ങൾ ഇതിലേക്ക് വന്നടിച്ചിട്ട് തങ്കനിർമ്മിതമായ ഒരു പട്ടണം പോലെ വെള്ളത്തിൽ ഇത് ശോഭിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ചരിത്രകാരനായ ഹെറോഡോട്ടസ് എഴുതി സ്വർണ്ണ നഗരം, കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ. വൈകുന്നേരത്തെ കാഴ്ച കണ്ടിട്ട് അവർ വിളിച്ചു പറയും, ബാൽദേവന്റെ മണവറയിലേക്കുള്ള മടക്കം. ബാൽദേവനെ പാട്ടുപാടി മണവറയിൽ എത്തിക്കുന്നതോടെ സന്ധ്യാപൂജകൾ അവസാനിക്കുന്നു. ഇത്തരമൊരു സ്ഥലത്താണ് ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലെ കുലീനന്മാർക്ക് ജോലി. എത്രമാത്രം ദുസ്സഹമായ കാലാവസ്ഥ. ഇനി പാലം വരെ നമ്മൾ വന്നുള്ളൂ. പാലം കൂടി കടക്കണം. പാലത്തിലെത്തുന്ന ആളുകൾ ഒരു ഗോപുരം കടക്കണമല്ലോ. ആ ഗോപുരം കടക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അടുത്തത്. ഗോപുരത്തിൽ നിന്ന് താഴേക്ക് തുറക്കുന്ന ഒരു പടിക്കെട്ട്. ആ പടിക്കെട്ട് ഇറങ്ങി 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 താഴെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഭൂഗർഭ അറയിലെത്തുന്നു. ഒരു ഭൂഗർഭ തുരങ്കം. ചുണ്ണാമ്പ് കല്ലിൽ വെട്ടിയെടുത്തുണ്ടാക്കിയ ഭൂഗർഭ തുരങ്കം. ഈ ഭൂഗർഭ തുരങ്കം നദിക്കടിയിലൂടെ അപ്പുറം കടക്കാനുള്ള ഒരു രഹസ്യ വഴിയാണ്. നദി ഇതിന് മുകളിൽ കൂടി ഒഴുകുന്നു. ഈ തുരങ്കമെന്ന് കേട്ടപ്പോൾ ശ്വാസം മുട്ടേണ്ട. കാരണം നിസാര തുരങ്കമല്ല. ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിന് അതിനുള്ളിൽ സൗകര്യമുണ്ട്. അത്ര ഭംഗിയുള്ള ആ തുരങ്കത്തിൽ അതിൻ്റെ ഭിത്തി
ഒക്കെ നല്ല മിനുസം വരുത്തി ചുണ്ണാമ്പ് ചൂളകളിൽ നിന്നെടുക്കുന്ന ഒരുതരം വാതകത്തിൽ തീ പടർത്തി ആ വിളക്കുകൾ ഈ ഭിത്തിയോട് ഒട്ടിച്ചു വെക്കും. ലൈം ലൈറ്റ് എന്നതിന് പേര് പറയും. അതിൻ്റെ വെളിച്ചത്തിൽ ആളുകൾക്ക് യാത്രയാകാം. ഇതിനുള്ളിൽ ഒരു പടുകുറ്റൻ ഓഡിറ്റോറിയം, അതിൽ അർദ്ധവൃത്താകൃതിയുള്ളൊരു സ്റ്റേജ്, ആ സ്റ്റേജിന് ചുറ്റും കുതിരയുടെ ലാടത്തിൻ്റെ ആകൃതിയുള്ള തീന്മേശകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിൽ വെളിച്ചം ഇങ്ങോട്ട് പടരുക. അവിടെ ഭാഗികമായി മാത്രം വസ്ത്രമണിഞ്ഞ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവർ പാട്ടുപാടി ഉല്ലസിച്ച് തിമിർക്കുന്ന കാഴ്ച. തൊട്ടു മുമ്പുള്ള തീന്മേശകളിൽ വീഞ്ഞു നിറച്ചു വെച്ച കുപ്പികൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള മദ്യം, വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഫലവർഗ്ഗങ്ങൾ ഒക്കെ വച്ചിരിക്കുന്നു. നഗ്നനൃത്തം ചെയ്ത സ്ത്രീകൾ, പുരുഷന്മാർ പാട്ടുപാടി ഉല്ലസിച്ച് ഇതുകൊണ്ട് കഴിക്കാനിരിക്കുന്നവർക്ക് മുമ്പിൽ കൊടുക്കുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനും ഇത്തരമൊരു ക്ഷണമാണ് കിട്ടിയത്. മനസ്സിലായോ? അവർ നിരസിച്ചതിൻ്റെ ഗൗരവം, ഈ കുട്ടികളുടെ പ്രതികരണം എത്ര ആശാവഹം. തങ്ങൾക്ക് മുമ്പിൽ വെച്ച് തെറ്റിയ ഏറ്റവും ആനന്ദകരമായ കാഴ്ചകളും ജീവിത സന്തോഷവും ആ കുട്ടികളെ വചനത്തിൻ്റെ മൂല്യം വിട്ടുപോകാൻ ഇടവരുത്തിയില്ല. അവർ വിശ്വസിച്ചു, ഞങ്ങളുടെ ആലയം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പുരോഹിതന്മാരെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് ദൈവം നഷ്ടപ്പെട്ടിട്ടില്ല, അവിടുത്തെ വചനം നഷ്ടപ്പെട്ടിട്ടില്ല, അവിടുത്തെ വാഗ്ദത്തം നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനവധി നഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം. ചെയ്ത ജോലിയിൽ നഷ്ടം, അനുദിന ജീവിതത്തിൻ്റെ പല ബന്ധപ്പാടുകളിൽ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ ദൈവം നഷ്ടപ്പെട്ടിട്ടില്ല, അവിടുത്തെ വാഗ്ദത്തം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ബലം നമുക്കൊരു പുതിയ ചിന്തയാകട്ടെ. ഏത് തോൽവിക്കകത്തും നഷ്ടപ്പെടാത്തൊരു ആത്മീക മൂല്യം ഭക്തന്റെ മാത്രം പ്രശംസയാണ്. നാഥാ, നീ എൻ്റെ പ്രശംസയാണ്. നിന്റെ വാക്കുകൾ എനിക്ക് വീര്യം പകരുന്നു, എനിക്ക് ഊർജം പകരുന്നു. നിന്റെ വാക്കെനിക്ക് ആനന്ദദായകമാണ്. ഹല്ലേലൂയ. അവർ ആ ഭക്ഷണം കൊണ്ടുവരുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്കിത് വേണ്ട. എന്താ ഇത് കഴിച്ചാലുള്ള കുഴപ്പം? കുഴപ്പമുണ്ട്, പറയാം. ഇവർക്കൊരു ദേവനുണ്ട്, പേര് മാർഡൂക്ക്, മെരോദക് എന്ന മലയാളം. ഈ മലയാളമാണ് ശരി, ഇംഗ്ലീഷല്ല. ബൈബിൾ ചിന്തകളിൽ പേരുകളിലുമൊക്കെ ശരി ഇംഗ്ലീഷല്ല, പിന്നെ ഏതാ? മലയാളമാണ്. യേശു തൻ്റെ അരിമശിഷ്യനായ മത്തായിയെ വിളിച്ചത് മാത്യു എന്നല്ല, മത്തായി, അതാണ് ശരി. യാക്കോബിനെ വിളിച്ചു യാക്കൂബ, യോഹന്നാനെ വിളിച്ചു യുഹാന, അതാ ശരി പ്രയോഗം. സന്തോഷമില്ല നിങ്ങൾക്ക് തോന്നല്ലേ? നമ്മുടെ കർത്താവിനെ വിളിക്കേണ്ട പേര് ശരി പ്രയോഗം എങ്ങനെയാണ്? യേശു കർത്താവിനെ വിളിക്കേണ്ടതെന്ന് അറിയണ്ടേ? യേശുവ, യഹോശുവ, അതാണ് ശരി പേര്. അല്പമെങ്കിലും ശരിയായിട്ട് വിളിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. യേശു എന്ന് വിളിക്കാൻ നമ്മൾ പറയാം, അങ്ങനെയല്ല. പിന്നെ എങ്ങനെ വിളിക്കണം? യേശു. അതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പ്രയോഗമാണ് ജീസസ് എന്ന് പറയുക. അത് ഈസൂസ് എന്ന ഗ്രീക്ക് വീടിൻ്റെ പരിഭാഷയാണ്. പക്ഷേ മൂലഭാഷയോട് നീതി പുലർത്തി ബൈബിൾ വാക്കുകൾ ഉച്ചരിക്കുന്നത്, സ്ഥലപ്പേരുകൾ ഉച്ചരിക്കുന്നത് ആരാ? നമ്മൾ മലയാളികളാണ്. എന്താ എൻ്റെ കാരണം? എൻ്റെ കാരണം, സായിപ്പ് ഒരു ബൈബിൾ കാണുന്നത് 1382 നമ്മൾ മലയാളികൾ 1-ാം നൂറ്റാണ്ട് മുതലേ ഇതുമായിട്ട് അടുത്ത് സഹവസിച്ചവരാണ്. 1-ാം നൂറ്റാണ്ടിന് മുമ്പ് സോളമൻ ദ ഗ്രേറ്റ് ഇസ്രയേൽ ഭരിക്കും കാലം മുതൽ നമ്മുടെ നാടും അവരുമായിട്ട് നല്ല ബന്ധമാണ്. കപ്പൽ മാർഗം ആനക്കൊമ്പും ചന്ദനവും മയിലുമൊക്കെ നമ്മൾ കടത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് വിലപിടിപ്പുള്ള ഓഫീരിലെ പൊന്നുമൊക്കെ നമ്മൾ വാങ്ങും. അത് പോകട്ടെ, അത് മറ്റൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവിടെ ഒരു ദേവനുണ്ട്, കക്ഷിയുടെ പേര് മെരോദക് അല്ലെങ്കിൽ മാർഡൂക്ക്. ഈ മാർഡൂക്ക് മദ്യത്തിൻ്റെ ദേവനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മദ്യത്തിനൊരു മന്ത്രിയാണുള്ളത്, പക്ഷേ അവിടെ ഒരു ദേവനാണ് അല്ലേ? മദ്യത്തിനൊരു മന്ത്രി.
അപ്പോൾ വിദ്യാഭ്യാസത്തിനുമൊക്കെ നമുക്ക് മന്ത്രിയാണുള്ളതെങ്കിൽ ഗ്രീസിലുമൊക്കെ ഒരു ഗോഡസസ് ആണുള്ളത്. അത് ഗ്രീക്കിലെ വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയാണ് മിനർവ. അതിൽ നിന്നാണ് ഈ ട്യൂട്ടോറിയലിനും മറ്റും മിനർവ എന്നൊക്കെ പേര് വരുന്നത്. സോഫിയ എന്നൊക്കെ പേര് വരുമല്ലോ. സോഫിയ കോളേജ് ഓഫ് വിസ്ഡം എന്നൊക്കെ ഒരു സോഫിയ മീൻസ് വിസ്ഡം എന്നാണ്. സോഫിയ സൂഫി ഈ പദമൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. പോട്ടെ, ഇപ്പം നമ്മുടെ വിഷയം അതല്ല, റിലാക്സ് ചെയ്യാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വരാം. ഈ മാർഡുക്ക് ഒരു മദ്യത്തിൻ്റെ തവനാണ്. മാർഡുക്കിൻ്റെ ഒരു ടെമ്പിളിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഭീകരരൂപികളായ ഒരുപറ്റം പുരോഹിതന്മാർ വരും. മാർഡുക്കിൻ്റെ ബീഭത്സ രൂപത്തിൻ്റെ മുമ്പിലെ ബലിപീഠത്തിൽ കാളക്കുറ്റനെ തോലുരിഞ്ഞു മാറ്റി അതിൻ്റെ മാംസം ഓരോന്നായി നുറുക്കി തുണ്ടം തുണ്ടമാക്കി മാറ്റി ആ ഇറച്ചിത്തുണ്ടുകൾ പൂജാതികർമ്മങ്ങൾക്കനന്തരം പാകത്തിനായി കൊടുത്തുവിടും. ആ പാകം ചെയ്ത ഭക്ഷണം ഇപ്പുറത്ത് വരും തീന്മേശയിൽ. അങ്ങനെ ഒരു ഐഡലിന് ഓഫർ ചെയ്ത ദേവപൂജ നിർവഹിച്ച ഭക്ഷണം ഒരു യഹൂദൻ്റെ വിശ്വാസ വീക്ഷണങ്ങൾക്കെതിരാണ്. അവനെ കൊണ്ട് കഴിപ്പിക്കണം. അവൻ്റെ പേര് മാറ്റി, അവൻ്റെ ഭക്ഷണം മാറ്റി, നാളെ അവൻ്റെ ആരാധന മാറ്റുന്നു, സംസ്കാരവും രീതികളും മാറ്റുന്നു. അതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് ഈ കുട്ടികൾ ഇവിടെ മുതൽ ആരംഭിച്ചു. ആ കുട്ടികൾ പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ച് മാർഡുക്കിന് അർപ്പിച്ച ഈ വൈൻ കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ല. മാർഡുക്കിന് അർപ്പിച്ച ആ വൈന് കൊണ്ട് ചില പ്രത്യേകത. മാർഡുക്കിൻ്റെ ശരീരത്തിലേക്ക് ഈ വൈൻ ഇങ്ങനെ ഒഴിക്കുക, ആ ബിംബത്തിലേക്ക് ദേഹത്തേക്ക് ഇങ്ങനെ നിവേദിച്ച വൈൻ ഒരു ഓവുചാലിലൂടെ പുറത്തു വരും. അത് വീര്യം കൂടും എന്നാണ് അവരുടെ വിശ്വാസം. മാർഡുക്ക് ഒമിറ്റ് ചെയ്തതാണിത് എന്നവർ കരുതും. ഇതാണ് ശേഖരിച്ച് വീര്യം കൂടിയ മദ്യമായി അപ്പുറത്ത് വിളമ്പുന്നത്. ഈ കുട്ടികൾ ചെറുത്തു നിന്നോ, വേണ്ട. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമ്പദ് സമൃദ്ധിയുടെ തീവ്രതയിൽ ദൈവഹിതമല്ലാത്ത ചിലത് നമ്മുടെ കൺമുമ്പിൽ വന്നുപെടുമ്പോൾ ഭക്തന് പറയാൻ സാധിക്കണം, വേണ്ട. ഈ വീഞ്ഞു കുടിച്ചും ഈ മാംസം കഴിച്ചും ഞങ്ങളെ അശുദ്ധരാക്കൂല. ഒരു നിലപാടിൻ്റെ പ്രഖ്യാപനം. അങ്ങനെ അവിടെ നിന്ന് ഇസേ മക്കൾ ഇത് വേണ്ടെന്ന് വച്ചു. ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. ഞങ്ങളെ പരീക്ഷിക്കും. അവരെ പരീക്ഷിച്ചു. അവരാരോഗ്യത്തിന് ഒരു ക്ഷതവുമില്ലെന്ന് കണ്ടു. അത് മറ്റൊരു സംഭവം. അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത് ഈ രാജാവ് കണ്ട സ്വപ്നമാണ് മൂന്നാമത്തേതിൽ. എനിക്കൊന്നു ഇത് മറ്റൊരു ഓർഡറിലൊന്ന് പോകുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് എളുപ്പം മനസ്സിലാവും. തിരിച്ചു വരേണ്ടി വരും ചില അധ്യായങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഈ കുട്ടികൾ അടുത്ത ഘട്ടം പ്രേരിപ്പിക്കുന്നത് ആരാധന മാറ്റാനാണ്. അതിനിടയ്ക്കൊരു ടോപ്പിക്ക് ഞാൻ പറയാതുണ്ട്, പിന്നെ പറയാം. ആരാധന മാറ്റുമ്പോഴും ഈ കുട്ടികൾ പറയും, രാജാവേ നടപ്പില്ല, ഞങ്ങൾ തയ്യാറില്ല എന്ന് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടില്ലാതെ പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകന്ത. അവർ മനസ്സിലാക്കി, ഒരു ദിവസം ഈ നാടും നഗരവും എല്ലാം തകരും. ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകും. ഇന്ന് നഷ്ടപ്പെട്ട ആലയത്തിൻ്റെ സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് മറ്റൊരെണ്ണം പടുത്തുയർത്തിത്തരും. നിലച്ചുപോയ ആരാധനകൾ ആരംഭിക്കും. ആരാധിക്കാൻ ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ ആരാധിക്കുന്നവനുണ്ടാകേണ്ട ആ യോഗ്യത വേർപാടാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുങ്ങുന്നു. നാളെ നടക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല. ലേവ്യ, ഞാൻ അധ്യായം വരുമ്പോൾ കാര്യമായിട്ട് പറഞ്ഞോളാം. എന്നാൽ എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ പറയാൻ കാരണം? ഇത്ര ധൈര്യം? ധൈര്യത്തിന് കാരണമുണ്ട്. ധൈര്യത്തിൻ്റെ കാരണം ഇവർക്കൊരു സഹപ്രവർത്തകനായ ജ്യേഷ്ഠസ്ഥാനീയനായ ഒരു സ്നേഹിതനുണ്ട്. വേറെ ആരുമല്ല, ദാനിയേൽ. പലപ്പോഴും ഈ മൂന്നാളുകളുടെ കൂടെ കാണുന്നില്ല.
തീച്ചൂളിലൊക്കെ അദ്ദേഹം പെടുന്നില്ല. നമുക്ക് അത്ഭുതം തോന്നും, എന്താ അദ്ദേഹം വരാത്തത്? അതിൻ്റെ കാരണം ഈ കുട്ടികളെക്കാൾ ഉയർന്ന റാങ്കിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ, വിദേശ പോളിസികളൊക്കെ നിർമ്മിക്കാനുണ്ട്. അത്തരം ചർച്ചകളിലുമൊക്കെയാണ്. അതുകൊണ്ട് രാജാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ കുട്ടികൾക്കൊപ്പമില്ല എന്നാൽ കിട്ടുന്ന സന്ദർഭമൊക്കെ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ദാനിയേലിൻ്റെ പക്കൽ ഒരു തിരുവെഴുത്തുണ്ട്. അത് തൻ്റെ പൂർവികനായ യിരെമ്യാവ് എഴുതിയ പ്രവാചകൻ്റെ വചനം കയ്യിലുണ്ട്, ന്യായപ്രമാണം കൂടാതെ. സമയം കിട്ടുമ്പോഴൊക്കെ അതെടുത്ത് വായിച്ചിട്ട് ദാനിയേൽ ചിന്തിച്ചുറപ്പിച്ചു, ഒരു ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ അടിമത്തം അവസാനിക്കും, ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങിച്ചെല്ലും. അവർ ചിന്തിച്ചു. എന്നിട്ട് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടിട്ട് പ്രാർത്ഥിക്കും. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമിനെ പ്രകീർത്തിച്ചും അദ്ദേഹം പ്രാർത്ഥിക്കും, പാടും, യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ചാട്ടവാറടിയേറ്റ് പീഡിപ്പിക്കപ്പെട്ട് തോറ്റു തുന്നമ്പാടി വന്ന മണ്ണിലൂടെ ഞങ്ങളുടെ പുതിയ തലമുറ ജയാളികളായി തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അത് പറയും, കറ്റ ചുമന്ന് വിത്ത് ചുമന്നാർത്തു കരഞ്ഞുകൊണ്ടുവന്ന മണ്ണിലൂടെ കറ്റ ചുമന്നാർത്തു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്, കാത്തിരിക്കുക. തിരികെ സമ്പദ് സമൃദ്ധമായ ബാബിലോൺ പട്ടണത്തിൻ്റെ നെറുകയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രി, നീ ഞങ്ങളോട് ചെയ്യുന്നത് പോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നീ ഒരു ദിവസം തകരും. തകർന്നടിഞ്ഞ വിശാലമായ ഈ കോട്ടയ്ക്കകത്തകപ്പെട്ട തൻ്റെ മക്കൾ ജയാളികളായി വാഗ്ദത്ത ഭൂമിയിലെത്തും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏത് സുഹൃത്തുക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏത് നെടുങ്കൻ കോട്ടയ്ക്കകത്തപ്പെട്ടാലും വാഗ്ദത്തമുള്ള ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കൽ മടങ്ങിച്ചെല്ലുക തന്നെ ചെയ്യും. ഭാരമില്ലാതെ, പ്രതീക്ഷകളുടെ ഹൃദയത്തിന് ഒട്ടും തണുപ്പ് കൊടുക്കാതെ ചൂടേറിയ ഹൃദയം കൊണ്ട് കാത്തിരിക്കുക. ഒരു ദിവസം നമുക്കൊരു മടക്കയാത്ര. അത് ഭക്തന് ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. അങ്ങനെ അവർ കാത്തിരുന്ന് വെറുതെ അല്ലല്ലോ. അത് യിരെമ്യാവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇവിടുത്തെ കഷ്ടപ്പാടുകളും പ്രവാസവും 70 സംവത്സരം കൊണ്ട് തീരും. യിരെമ്യാവ് അത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ മറ്റൊരു പ്രവാചകൻ യിരെമ്യാവിനേക്കാൾ ഒരു പടി കൂടി കടന്നു ഇവിടെ അകപ്പെട്ട ഇസ്രയേൽ മക്കളെ രക്ഷിക്കാൻ ദൈവം കണ്ട ഒരു രാജാവിൻ്റെ പേര് ചൊല്ലി വിളിച്ചു. രാജാവിൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? നീയാണിവരെ ജയിക്കുന്നത്, നീയാണിവരെ രക്ഷിക്കുന്നത്. ആ രാജാവിൻ്റെ പേര് ചൊല്ലി വിളിച്ച പ്രവാചകൻ്റെ പേര് യെശയ്യാ. വായിക്കാം. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം ഒടുവിലത്തെ വാക്യം മുതൽ 45-ൻ്റെ 1 മുതൽ തുടരണം. വായിക്കാം. യെശയ്യാ 44 ഏറ്റവും ഒടുവിലത്തെ വാക്യം. 45-ആണ് ശരിക്കും വായിക്കേണ്ടത്. കണ്ടിന്യൂവേഷൻ കിട്ടാൻ 44-ൻ്റെ ഒടുവിലത്തെ വാക്യം കൂടി വായിക്കാം. കോരശ് എൻ്റെ ഇടയൻ, കോരശ് എൻ്റെ ഇടയൻ. കേൾക്കണം. അവൻ എൻ്റെ ഹിതമൊക്കെയും. നിൽക്ക്. കോരശ് അഥവാ സൈറസ് ഒരു പേർഷ്യൻ രാജാവാണ്. ഇന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. ആ പേർഷ്യ ഭരിക്കാനിരിക്കുന്ന രാജാവിൻ്റെ പേര് ഇവിടെ എടുത്ത് വിളിക്കുകയാണ് യെശയ്യാ. പേര് കോരശ്. പക്ഷേ രസാവഹമായ കാര്യം, കോരശിൻ്റെ പേർ ചൊല്ലി യെശയ്യാവ് വിളിക്കുമ്പോൾ കോരശ് ജീവിച്ചിരിപ്പില്ല, ജനിച്ചിട്ടേയില്ല. കോരശിൻ്റെ പിതാവും ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ് കാലം വെച്ച് നോക്കിയാൽ. പക്ഷെ കോരശിൻ്റെ മുത്തച്ഛനുണ്ട്. ആ മുത്തച്ഛനൊരു കൊച്ചുകുട്ടിയാണ്. ആ മുത്തച്ഛനെ നോക്കി 10-15 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യൻ്റെ പ്രായത്തിൽ അവൻ്റെ കൊച്ചുമകൻ്റെ പേര്
വള്ളിപുള്ളി വിസർഗങ്ങൾ തെറ്റാതെ കൃത്യം വിളിക്കാൻ തൻ്റെ ഇടം കാട്ടിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിലെ ദൈവത്തിന് നമ്മുടെ പേരറിയാം. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിലെ ദൈവത്തിന് നമ്മുടെ എല്ലാം പേരറിയാം. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവന് 3-ാം തലമുറയിലെ കുഞ്ഞിൻ്റെ പേരും കൃത്യമറിയാം. ഇനി താഴെയുള്ള വാക്യം വായിച്ചു. അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. കോരശന്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. പിന്നെ എന്നും യെരൂശലേം പണിയപ്പെടും. യെരൂശലേം പണിയപ്പെടും. പിന്നെ മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. പിന്നെ യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം 45:1 മുതലാണ്. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി. മകനെ, നീ ജാതികളെ കീഴടക്കും. പിന്നെ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടത്. രാജാക്കന്മാരെ നീ തോൽപ്പിച്ചു കളയും. അവരുടെ അരക്കച്ചകളെ അഴിക്കും. പിന്നെ കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. കതകുകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഇതൊന്ന് പറഞ്ഞ് പൂരിപ്പിച്ചിട്ട് ഇടയ്ക്ക് വായിക്കണം. ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. ഞാനതിൻ്റെ നിവൃത്തിയിലേക്ക് വരിക. ഓടി മുമ്പോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. എങ്കിലേ ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുള്ളൂ. ഈ കോരസ് എന്ന രാജാവ് പേർഷ്യയിൽ ജനിച്ചു. അപ്പോഴേക്ക് കാലം കഴിഞ്ഞു. അവൻ പറയുന്ന വിധത്തിലല്ല ഇതെല്ലാം അസ്തമിച്ചു പോയത്. വിഷയം ഒന്ന് ഗ്രഹിക്കാൻ നമ്മളപ്പോൾ ഓടി മുമ്പിൽ കയറുകയാണ്. കോരസ് എന്ന രാജാവ് ജനിച്ചു. കോരസ് ജനിച്ച് അദ്ദേഹം ഭരണാധികാരിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇറാഖ് എന്ന ബാബിലോണിനെ ഭരിക്കുന്ന ബേൽശസ്സർ. ഈ ബേൽശസ്സർ നെബൂഖദ്നേസറുടെ മകൻ്റെ മകനാണ്, പേരക്കിടാവാണ്. ബൈബിളിൽ ഈ മകൻ്റെ മകനെന്ന് വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ആ ഒരു ശൈലിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നബോണിഡസ്, നബോപൊളേസർ, അതിനുശേഷമാണ് ഈ ബേൽശസ്സർ ഉണ്ടാകുന്നത്. ബേൽശസ്സർ രാജാവായിരിക്കെ അയാൾക്കൊരാഗ്രഹം തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ എന്ന പേർഷ്യ പിടിക്കണം. അപ്പോൾ ഈ യുദ്ധത്തിന് പുതിയ കഥയൊന്നുമല്ല, പണ്ടേ ഉള്ള സംഭവങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിന് ചരിത്രാതീത കാലത്തെ പഴക്കമുണ്ട്. ഈ രാജ്യം പിടിക്കാൻ അദ്ദേഹം പദ്ധതി കിട്ടും. ഈ പദ്ധതി ഇടുമ്പോൾ ഇസ്രായേൽ മക്കൾ അവിടെയുണ്ട്. ദാനിയേലൊക്കെ പ്രായമായി. ഈ ഘട്ടത്തിൽ ഈ രാജ്യം പിടിക്കാൻ പദ്ധതി കിട്ടാൻ ആ മനുഷ്യൻ അതിനുവേണ്ടി സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കെ ഈ വാർത്ത കോരശ് അറിഞ്ഞു. കോരശ് ഈ വാർത്ത അറിഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് നേരാണോ എന്നൊരു സംശയം. ഇന്റലിജൻസ് വാർത്ത ചോർത്തി അന്നും കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കത് കേട്ടിട്ടൊരു വിശ്വാസം വരാത്തത് നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയെ കൂടെ വഴി തിരിച്ചു വിട്ടു. കേരളത്തിൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ പുള്ളി തിരുവനന്തപുരം വഴി കറങ്ങി തമ്പാനൂരിൽ നിന്നാണ് ടാക്സി പിടിച്ച് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് ഭരണകൂടം അങ്ങനെ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിട്ടു എന്നാകട്ടെ. എന്നാൽ പണ്ടങ്ങനല്ല, ചിട്ടയായ കുറ്റമറ്റ സംവിധാനമാണ് പണ്ടുണ്ടായിരുന്നത്. നിനക്ക് തെറ്റ് കാണിച്ചാൽ ഗുരുതരമായ ശിക്ഷയാണ്, അകത്തു. കോരശന്റെ വാർത്ത കേട്ടു, തന്നെ ആക്രമിക്കാൻ ദാ വരുന്നു ബേൽശസ്സർ. അദ്ദേഹത്തിന് മനസ്സിലായി താൻ തോറ്റു. തോൽവി ഉറപ്പിച്ച യുദ്ധം. ഒരു യുദ്ധത്തിൽ തോൽവി ഉറപ്പിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ തോറ്റുപോകുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടുള്ളത് സന്ധിയാണ്. അദ്ദേഹത്തിന് അതിന് മനസ്സില്ല. അദ്ദേഹം മറ്റൊരു നയം പ്രഖ്യാപിച്ചു. തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ, യുദ്ധം നേരിടുകയല്ല, മറിച്ച് അവൻ സൈന്യസമേതനായി ഇവിടേക്ക് പുറപ്പെടും മുമ്പ് ഞാൻ അവൻ്റെ രാജ്യത്തിലേക്ക് ഇരമ്പിച്ചെന്ന് പൊരുതി പരമാവധി നാശം വിതച്ചിട്ട് മരിക്കും. കേട്ടിട്ട് എന്ത് തോന്നുന്നു?
ഒരു ചുണക്കുട്ടിയാണ് കോരശ്. അദ്ദേഹം തീരുമാനിച്ചു. ഈ തീരുമാനത്തിന് വേണ്ടി ഈ തൊട്ടടുത്ത അണികളെ, മന്ത്രി ശ്രേഷ്ഠന്മാരെ, ബുദ്ധി രാക്ഷസന്മാരായ സൈനിക മേധാവികളെ ഒരുമിച്ച് കൂട്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, പ്രഭു, ഒരു വിശിഷ്ടാതിഥിയുണ്ട്, കാണണം. ചെല്ലുമ്പോൾ വിശിഷ്ടാതിഥി വേറെ ആരുമല്ല, തൻ്റെ അമ്മാവിയപ്പനായ ദാര്യാവേശ്. ചില പഠനങ്ങളിൽ ദാര്യാവേശ് ഇദ്ദേഹത്തിൻ്റെ അപ്പനായിരുന്നു എന്നും കാണുന്നു. എന്തുമാകട്ടെ, ദാര്യാവേശ് വന്നു. അദ്ദേഹം തൊട്ടടുത്ത മേദ്യ ഭരിക്കുന്ന, പിൽക്കാലത്ത് മീഡുകൾ എന്ന് ചരിത്രം വിളിച്ച രാജ്യം, ഈ മേദ്യ ഭരിക്കുന്ന രാജാവ് ഇദ്ദേഹത്തെ കാണാനെത്തി. കുഞ്ഞേ, നീ ബാബിലോൺ ആക്രമിക്കുന്നു എന്ന് കേട്ടു. നേരോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ് പിതാവേ. ഓ, 87 അടി കനം, 60 അടി ഉയരം, 58 മൈൽ ചുറ്റളവുള്ള അവൻ്റെ തലസ്ഥാന നഗരിയും അതിൻ്റെ സവിശേഷതയും അറിയുമോ? ഞാൻ പലയാവർത്തി കണക്ക് പറയുന്നത് മനസ്സിലെടുക്കാനാണ്. അവിടേക്കാ നീ തേരോടിച്ചു പോകുന്നത് അറിയുമോ? പ്രഭു, ജയമല്ലെൻ്റെ ലക്ഷ്യം, ആത്മാഭിമാനം. അങ്ങയുടെ മകളെ, സ്ത്രീരത്നങ്ങളെ, വിശ്വസ്തരായ പടയാളികളെ അവർ നശിപ്പിക്കുന്ന കാഴ്ച കാണാൻ വയ്യ. പൊരുതി മരിക്കണം. അതിന് പോവാ. കുഞ്ഞേ, നീ പൊരുതിയൊന്നും മരിക്കണ്ട. ജയം നിനക്കൊപ്പം, നീയേ ജയിക്കൂ. ആ നോക്കണേ, തൻ്റെ അമ്മാവിയപ്പൻ ആണെങ്കിൽ അദ്ദേഹം മരുമകന് പറഞ്ഞു കൊടുക്കുക. പണ്ടങ്ങൊരു സംഭവമുണ്ട്. ഈ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യവും നമ്മളും തമ്മിൽ യുദ്ധം വരാതിരിക്കാൻ ഈ മകളെയോ സഹോദരിയോ നീ രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കും. അതൊക്കെ നമുക്കറിയാമല്ലോ, അറിയില്ലേ? യുദ്ധം വരാതിരിക്കാൻ വരുന്നൊരു തന്ത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കരുത്. എന്നാൽ ഈ കല്യാണം കഴിയുമ്പോൾ ഇവന് മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധമായിരുന്നെന്ന്. അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ടാവും, പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പഴയ രാജാക്കന്മാരുടെ ഓരോ രീതികളെ പോട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ പറയുക, നീയേ ജയിക്കൂ. അദ്ദേഹത്തിൻ്റെ ആശംസയ്ക്കൊക്കെ അദ്ദേഹം നന്ദി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്റെ ഒപ്പം ഞാനും എൻ്റെ പടയാളികളും സൈന്യസമേതരായി വരും. നമ്മൾ ഒരുമിച്ച് നേരിടുക. കോരശ് പറഞ്ഞു, അയ്യോ, അത് പാടില്ല. ഞാൻ പൊരുതി മരിച്ചുപോയാൽ ഈ രാജ്യം, ഈ കുഞ്ഞുങ്ങൾ, അങ്ങയുടെ മകൾ, ഇവിടുത്തെ വിശ്വസ്തരായ ആളുകൾ, വൃദ്ധജനങ്ങൾ, ഇവരെയൊക്കെ പരിരക്ഷിക്കണം. ഞാൻ അങ്ങേ ഏൽപ്പിച്ചിട്ട് പോവാ. അതുകൊണ്ട് പൊരുതി മരിക്കുന്ന എനിക്ക് അവരെക്കുറിച്ചൊരാവലാതി മനസ്സിൽ വരരുത്. അതുകൊണ്ട് അങ്ങി വരെ ഏൽക്കണം. അപ്പച്ചനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീ പിതാവിനെക്കുറിച്ച് എന്താ ധരിച്ചത്? എൻ്റെ ധാരണ തെറ്റിപ്പോയി. അവൻ്റെ രാജ്യത്തിലൊക്കെ നീ ശ്രദ്ധയൂന്നുന്ന വിവരം എൻ്റെ ചാരപ്പട എനിക്ക് കൈമാറിയ മാത്രയിൽ അവിടെ നാശം വിതയ്ക്കാൻ വേണ്ടത് ചെയ്തു വച്ചിട്ടാ ഞാനീ വന്നിരിക്കുന്നത്. ഓ, എന്താ അത്? പറയാം. 87 അടി കനവും 60 അടി ഉയരവും 58 മൈൽ ചുറ്റളവുമുള്ള ഒരു തലസ്ഥാന ഉണ്ടല്ലോ അവന്. ഒരു ഈച്ച പോലും കുറുകപ്പറക്കാത്ത സുരക്ഷിതത്വമുള്ള ആ സ്ഥലത്ത്, ആ കോട്ടയ്ക്കകത്തു നുഴഞ്ഞു കടക്കാൻ ഞാനൊരു രഹസ്യ വഴി കണ്ടുപിടിച്ചു. വേഷം മാറിയ എൻ്റെ പടയാളികൾ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ ആയുധം വച്ച് കെട്ടി സുഗന്ധ വ്യാപാരികൾ എന്ന വ്യാജേന പ്രച്ഛന്ന വേഷധാരികളായി അതിനകത്ത് കടന്നു കഴിഞ്ഞു. ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം യുദ്ധം നടന്നിരിക്കും. ഇത് കേട്ട് കോരശന് അത്ഭുതം. ഈ അപ്പൻ ഒരപ്പനാണല്ലോ എന്നൊരു ചിന്ത. പിടിയിട്ടോ, കല്യാണം കഴിക്കാതെ സഹോദരന്മാരുണ്ടെങ്കിൽ മക്കളെ ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കെട്ടണം. നമ്മളീ പലർക്കും പറ്റിയൊരു പറ്റ്. നീ ഇപ്പം അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? നോക്കണേ, കോരശിൻ്റെ ഉത്തരവ്. കോരശ് മറുപടി പറഞ്ഞ് ഇങ്ങനെയാ, പിതാവേ,
അങ്ങെങ്ങനെ പറ്റിച്ചു ഈ പണി? പറയാം. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂബ്രട്ടീസ് എന്ന മഹാനദിയില്ലേ, അതിൻ്റെ ഉത്ഭവസ്ഥാനമില്ലേ, ആ ഉത്ഭവസ്ഥാനത്ത് 10,000 വരുന്ന എൻ്റെ പടയാളികളെ കൊണ്ട് മണ്ണും തടിയും കല്ലും ചെളിയുമൊക്കെ വാരിയിട്ട് ഞാൻ ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു. ഒരു ഉണങ്ങിയ നിലം, അതിൻ്റെ താഴെ നിന്നും മുകളിൽ നിന്നും പടയാളികൾ ഇതിനകത്തേക്ക് കടക്കാൻ അതൊരു വഴിയായി. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഇന്നലെ ചങ്ക് പൊട്ടി ആ നദിയുടെ കണക്കെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളിരുന്ന് ഉറക്കമായിരുന്നു. ഇനി നമ്മൾ ഒരിക്കൽ കൂടി പറയും. കാരണം 16-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 16-12 വരുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ യൂബ്രട്ടീസിലെ വെള്ളം പറ്റി 6-ാമത്തവൻ തൻ്റെ കലശം യൂബ്രട്ടീസിൽ ഒഴിച്ചു. അപ്പോൾ അത് പറ്റി. അത് വരാനിരിക്കുന്ന പ്രവചനം. ഇതൊക്കെ പഠിക്കാൻ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്താതെ കൃത്യഞ്ഞു വരണം. ഏതായാലും നമ്മൾ ഈ വിഷയം ഫിക്സ് ചെയ്ത് പോയില്ലേ, ഇനി ബാക്കി അനുഭവിക്കുക. സന്തോഷമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പോൾ ഈ കാര്യമെല്ലാം കോരശ് കേട്ടു. കോരശ് കേട്ടിട്ട് പറഞ്ഞു, പിതാവേ, ഞാൻ ഏതായാലും അങ്ങനെ വരുന്നില്ല. എനിക്ക് പ്രയാസമാണ് ഈ പാത്തും പതുങ്ങിയൊക്കെയുള്ള യുദ്ധം. അതിന് ഞാൻ അവലംബിക്കുന്ന ഒറ്റ കാര്യം, നേരെ പോവുക, അവനോട് പൊരുതി നേരിടുക. ഞാൻ അതിനേ ഉള്ളൂ. അങ്ങനെ പോരുക. ഈ ചരിത്രത്തിൽ പറഞ്ഞ കാര്യമൊക്കെ കിടക്കട്ടെ. ഇതിലല്ല എൻ്റെ അത്ഭുതം. വിശുദ്ധ തിരുവെഴുത്ത് ഈ വരുന്ന കുതിരപ്പടയുടെ സ്പന്ദനം, അവയുടെ ആ കുളമ്പടി ശബ്ദം പോലും മുൻകൂട്ടി കണ്ടു. വായിക്കാം. പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ വായിച്ചട്ടെ. ഇങ്ങനെ വരുന്ന കുതിരപ്പടകളെ നിങ്ങൾക്ക് കാണാം. വായിക്കാം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു. കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇത് എന്ന് സംഭവിച്ചതാണെന്ന് കൂടി അറിഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കുള്ളൂ. ഈ കോരശിന്റെ സേന വന്ന് നെടുങ്കൻ കോട്ട വളഞ്ഞു. അതിലേക്ക് പൊരുതിക്കയറാൻ ഒരുമ്പെട്ട ദിവസം ഒരു സംഭവമുണ്ടായി. അതോടെ പറഞ്ഞെങ്കിലേ അർത്ഥം പൂർണ്ണമാവും. വായിക്കേണ്ടി വരും. അങ്ങനെ ഈ കോരശ് വന്ന് ഈ കോട്ടയ്ക്ക് മുമ്പ് നിൽക്കുമ്പോൾ ഒരു കാഴ്ച. ആ കാഴ്ച മറ്റൊന്നുമല്ല, ആണ്ടിൽ വല്ലപ്പോഴും തുറക്കുന്ന പ്രധാന വാതിൽ മലർക്ക തുറന്നു കിടക്കുന്നു. 100 വാതിലും ഒരു ശല്യവുമില്ലാതെ തുറന്നു കിടക്കുന്നു. ആരെയും കാണാനുമില്ല. മനസ്സിലായോ? എന്താ കാരണം? വായിക്കുക. ഏശയ്യ 45:1 മുതൽ ഒന്നുകൂടെ വായിച്ചു പോകാം. അപ്പോൾ കാരണം പിടികിട്ടും. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി. കോരശ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ജാതികളെ കീഴടക്കും. നീ എന്റെ ഇടയനാ. രാജാക്കന്മാരുടെ അരക്കച്ചകൾ അടിക്കും. പിന്നെ കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്. കതകുകൾ മനസ്സിലായോ? കഥകേതാന്ന്? ഈ ബൃഹത്തായ കോട്ടയ്ക്ക് ചുറ്റുമുള്ള 100 കതകുകൾ പണിതുറപ്പിക്കുന്ന, പണിയെടുക്കുന്ന ആളുകളും ഉത്തരവിടുന്ന നെബൂഖദ്നേസറും അതിന് സൂപ്പർവൈസ് ചെയ്യുന്ന വിദഗ്ധ ശില്പികളും ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ ഈ ബൃഹത് കോട്ട കണ്ടിട്ട് വിളിച്ചു പറയുക, കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, പിന്നെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. നിന്റെ വലങ്കരൻ ഞാൻ പിടിച്ചിരിക്കുന്നു. നെക്സ്റ്റ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ വേണ്ട ചെയ്യാമെന്നല്ല, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ വരാൻ കാരണം സ്വാധീന ശക്തിയല്ല, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. ഞാനാണ് മുന്നമേ കടന്നു പോകുന്നവൻ. മുന്നമേ കടന്നു പോകുന്നവനെ
യേശുവെങ്കിൽ ധൈര്യത്തോടെ പറയാ, നാഥാ ഞാൻ നിന്റെ പിന്നിലുണ്ട്. എന്റെ ധൈര്യം ജന്മസിദ്ധമായ ധൈര്യമല്ല, നീ എന്റെ മുന്നമേ കടന്നു പോകുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. 57 അടി കനമുള്ള മതിൽ കണ്ടിട്ട് നമ്മുടെ കർത്താവ് പറയാ, കുഞ്ഞെ അതൊന്നും പേടിക്കണ്ട, അത് ദുർഘടം, ഈ ഗട്ടർ താണ്ടി കയറുന്ന പോലെ ഉള്ളൂ, ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കി. താമ്രവാതിലുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. താമ്രവാതിൽ മനസ്സിലായോ? അല്ല, പിടി കിട്ടിയോ? പലരും നമ്മുടെ തലയിൽ കൈവച്ച് പറഞ്ഞല്ലെന്ന് മനസ്സിലായോ? താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഈ ടാർഗറ്റിന് പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലൻ, അതിൻ്റെ കണക്ക് കൂട്ടുന്ന തച്ചുശാസ്ത്ര വിദഗ്ധൻ, വാസ്തുവിദ്യയുടെ ലക്ഷണവും കാര്യങ്ങളും ഒക്കെ നോക്കി പഠിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ജനിക്കും മുമ്പ് തമ്പുരാൻ പറയാ, ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന, അയച്ചോളൂ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. നിന്റെ പേര് ചൊല്ലി ഞാൻ വർഷങ്ങൾക്കപ്പുറത്ത് വിളിച്ചപ്പോൾ നീ എൻ്റെ പേരുടെ മനസ്സിലാക്കണം, ഞാൻ യഹോവ. അതറിയാൻ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി, അത് പറയാൻ ഒരു മണിക്കൂർ വേറെ വേണം, അവിടെ കിടക്കട്ടെ. എന്താണ് ഈ ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി? പക്ഷെ അത് ആ വഴി അങ്ങ് പോകും, തിരിച്ചു വരവ് പാടാം, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഏതായാലും നമുക്കിതൊന്ന് തീർക്കാം. രണ്ടൊരു സഹോദരി പറഞ്ഞു, ഇപ്പോൾ വന്ന വഴക്ക് വിടുന്നുമില്ല, പുതിയത് പിടിക്കുന്നുമില്ല, നേരമില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ സഹോദരിമാരെക്കുറിച്ച് തന്നെ പറയല്ല, നിങ്ങൾ കോർപ്പറേറ്റ് ഇതിലേ വിജയിക്കുള്ളൂ, ശ്രദ്ധിച്ചിരുന്നിട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം താമ്രവാതിൽ നീക്കണം, കുറച്ച് നേരം അവിടെ പേര് ചൊല്ലി വിളിച്ചൊക്കെ പോട്ടെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? തിരുവഴുത്തിലെ ദൈവം നമ്മുടെ എല്ലാം പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്, നമ്മുടെയൊക്കെ പേരറിയാം. പിന്നെ ഇവിടെയൊക്കെ എത്ര ഉണ്ടെന്ന് അറിയില്ല, നമ്മുടെ കേരളത്തിലല്ല. അതുകൊണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളടക്കം ഈ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു മിനിസ്ട്രി ആക്കി മാറ്റിയിട്ടുണ്ട്. 10,000 പേരിക്കുന്നിടത്ത്, കുട്ടപ്പൻ നിൻ്റെ പല്ലുവേദന മാറുന്ന രാത്രിയാണ്, കുഞ്ഞമ്മ നിൻ്റെ കാലയിലെ രോഗം ഇപ്പം മാറാൻ പോവാണ്. അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, കാലയിൽ ആന്ത്രാക്സ് ബാധിച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇപ്പം എഴുന്നേറ്റ സൗഖ്യമാണ്. ഇത് കാലയെ ബാധിക്കുന്നതല്ലെന്നൊന്നും കേൾക്കുന്നവനും അറിയുന്നില്ല, പറയുന്നവനും അറിയുന്നില്ല. ഇങ്ങനെ പേര് വിളിക്കുന്ന ഒത്തിരി കഥകൾ. അതുപോട്ടെ, ഓരോ സ്ഥലത്തെ ആളുകളുടെ ആ പേരിൻ്റെ ശൈലി അനുസരിച്ച് പേര് വിളിക്കുന്ന വിദഗ്ധന്മാർ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നൊരു കാലമാണ്. എൻ്റെ ഈ നമ്മുടെ തിരുവനന്തപുരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളുകളുടെ പേര് ആൽഫ്രഡ്, വിൽഫ്രഡ്, അലക്സാണ്ടർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. മധുരാമൂരിലേക്ക് വന്ന അച്ഛൻ കുഞ്ഞ്, കുഞ്ഞച്ചൻ, കുട്ടപ്പൻ, ചാക്കോച്ചൻ, ഈ അച്ഛൻ എന്നൊക്കെ ചേർത്ത പേരുകളാണ്. അതുനേരം നമ്മുടെ കോതമംഗലമൊക്കെ വന്ന എൽദോസ്, ബേസിൽ, ഇങ്ങനെയുള്ള പേരുകളാണ്. തൃശ്ശൂർ വന്ന കുഞ്ഞുണ്ണി, ചേറുണ്ണി, വാറുണ്ണി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി അത്യാവശ്യം ആളുകളുടെ പേര് കോമൺ ആയിട്ട് വിളിച്ചു പറയും. ജോസ് എന്ന് പേരുള്ള ഒരാൾ ഇരിപ്പുണ്ട്, ഇപ്പോൾ എഴുന്നേറ്റാ വിടുതൽ, ഇങ്ങനെ തട്ടുന്ന ഒത്തിരി വിദ്വാൻമാർ നാട്ടിലുണ്ട്. ഞങ്ങളുടെ ഒരു പക്ഷേ അദ്ദേഹം, നിങ്ങൾക്കൊരു പക്ഷേ പരിചയം കാണും, അദ്ദേഹം ഈ പേര് പറയുന്ന പ്രത്യേക ശൈലിയിലാണ്. ഈ പേര് വിളിക്കുമ്പോൾ അതിനകത്തൊരു കൃത്യത വരാൻ വേണ്ടി നമുക്ക് തോന്നണം ഇത് ശരിയാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് വേണ്ടി ഒരു ചെറിയ തന്ത്രമുണ്ട്. നിങ്ങളുടെ പേര് കയറി ചുമ്മാ അങ്ങ് വിളിക്കുകയില്ല. ഈ ചുമ്മാ പേര് വിളിച്ച ഡിമാൻഡ് പോകില്ല. അതുകൊണ്ട് ഈ വളരെ പ്രയാസപ്പെട്ട് പുള്ളി പ്രാപിച്ച് പറയുകയാണെന്ന് തോന്നണം. ഉദാഹരണം, നിങ്ങളുടെ പേര് ബേബി എന്നാന്ന് കുട്ടിക്ക് പെട്ടെന്ന് കയറി ബേബി, ബേബിച്ചൻ എന്നൊക്കെ വിളിച്ചാൽ അതൊരു ഡിമാൻഡില്ല. അതുകൊണ്ട് ബേബിച്ചൻ, ബേബിച്ചൻ, ബേബിച്ചൻ ഇങ്ങനെ വിളിക്കുള്ളൂ. ഈ റേഞ്ചില്ലാത്ത മൊബൈലിൽ കൂടെ സംസാരിച്ച് വിഷമിക്കുന്നല്ലോ, വളരെ ബുദ്ധിമുട്ടി പുള്ളി പിടിച്ചെടുത്ത് നമുക്ക് തരികയാണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ബൈബിളിലെ ദൈവം പേര് വിളിക്കും. ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് അടിയല്ല. ഒരു മാസ് സൈക്കോളജി ഗ്രഹിച്ചിട്ട് ഒരടി ഓത്താൽ ഒരു ബേബിച്ചൻ എഴുന്നേറ്റോട്ടെ, അങ്ങനെയല്ല. 1000 സക്കായി മരത്തിലിരിക്കുമ്പോൾ അതിലൊരു സക്കായി ഇറങ്ങാനല്ല പറഞ്ഞത്, ഒറ്റ സക്കായിയെ മരത്തിലുള്ളൂ, നീ ഇറങ്ങി വാ.
അവനെ കാണുന്ന യേശുവാണ് ബൈബിളിലെ യേശു. ഇന്നും അവൻ പേര് വിളിക്കും, ഇന്നും യേശു പേര് വിളിക്കുമെന്ന് വിശ്വസിക്കാത്തവൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അതുപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടി കണ്ടാൽ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന വ്യാജേന അകത്ത് കിടന്നവനെ കണ്ടാൽ കള്ളനെന്ന് ബോധ്യം വരാനുള്ള ഒരു വിശാല ഹൃദയം കൂടി പ്രാർത്ഥിക്കുന്ന ഭക്തനുണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പോട്ടെ. അപ്പം പേര് ചൊല്ലി വിളിക്കുന്ന പ്രവാചകനെ ചെയ്യാം. യേശുവിൻ്റെ വരെയും പേര് വിളിച്ചു, ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കുന്നൊക്കെ തിരുവഴുത്തി കണ്ടു. പോട്ടെ, അപ്പം മുമ്പോട്ട് പോകാം. ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ കോരശും മറ്റും വന്നിങ്ങനെ നിൽക്കില്ലേ, കതക് തീ തുറന്നു കിടക്കുന്നു. എങ്ങനെയാണ് കതക് തുറന്നേ? പറയാം. ഈ രണ്ടിടത്ത് നിന്ന് കഴുതപ്പടകളും കുതിരപ്പടകളും ഒക്കെ അകത്ത് കയറി കഴിഞ്ഞു. നാൾക്ക് മുമ്പേ കയറിയതാണ്. ഇത്രയും കഥകൾ തുറന്നു കിടക്കാൻ കാരണം ബേൽശസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളെ 1000 പേർക്കൊരു വിരുന്നൊരുക്കി അന്ന്. ഈ തകർച്ചയിടന്ന് തകരുമെന്നൊന്നും ഓർക്കാതെ ഭക്ഷണം ഒരുക്കി വെച്ചേക്കുക. ഒരാളൊരു VIP ആകണമെങ്കിൽ കൂടുതൽ 4-5 പേര് കാണുമല്ലോ. അങ്ങനെ ഞാൻ ഈ 5000 പേരെന്ന് കണക്ക് പറയുന്നു. 1000 VIP-കൾക്കുള്ള ഭക്ഷണം, അവരോട് കൂടെ വരുന്നവർക്കുള്ള സംവിധാനങ്ങൾ, ഇത്രയും പേർക്ക് ഈ കോട്ടയ്ക്കകത്ത് കടക്കാൻ രാവിലെ തുറന്നിട്ടതാണ് വാതിൽ. സന്ധ്യാസമയത്താണ് വരുന്നു. കാക്ഷിച്ച സന്ധ്യാസമയം ഇത്രയും പേരെ അകത്ത് കടത്തിയ ശേഷം ഈ കതകുകൾ അടയ്ക്കേണ്ടതാണ്. നർത്തകന്മാർ, വജ്രവ്യാപാരികൾ, രത്നവ്യാപാരികൾ, സംഗീതജ്ഞർ, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രമുഖർക്കൊക്കെ അകത്ത് കടക്കാൻ രാവിലെ തുറന്നിട്ട വാതിലുകൾ സന്ധ്യാസമയത്ത് അടയ്ക്കാൻ മറന്നുപോയി. നമുക്ക് അതങ്ങനെ അങ്ങ് മറക്കുന്നേ? മറക്കും. അതിന് കാരണമുണ്ട്. രാജാവ് സഹിതം സേനാനായകനുൾപ്പെടെ പ്രമുഖരും പ്രസക്തരും സാധാരണക്കാരുമടക്കം സകല ഉള്ളികളും മദ്യപിച്ചു മതോന്മത്തരായി ബോധം നഷ്ടപ്പെട്ട് ലഹരിക്കടിമയായി നിൽക്കുകയാണ് ഈ വിരുന്നിനിടയ്ക്ക്. മനസ്സിലായോ? കഥ കടയ്ക്കാൻ വിട്ടു. എനിക്ക് തോന്നി ചെറിയ ബോധം വരുമ്പോഴൊക്കെ രാജാവ് ചോദിക്കുന്നുണ്ട്, താമ്രവാതിൽ പൂട്ടിയോ, കഥ കടച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം ചോദിക്കേണ്ടി വരികയില്ല. അതിനു മുമ്പ് ഉത്തരവ് തിരുമനസ്സേ ഓടുമോൻ മെസ്സേജ് താഴേക്ക് പായും. പക്ഷേ ഈ വെള്ളമടിച്ച് കോൺ തെറ്റിൻ്റെ അന്ന് രാജാവ് ചോദിച്ചു, കഥ കടച്ചോ? ഇന്നലെ വരെ ഉത്തരവ് തിരുമനസ്സേ എന്ന് പറഞ്ഞവൻ ഇന്ന് പറയാ ചുമ്മാരി അളിയാണ്. അളിയാ ചുമ്മാരി അളിയന് ഒരു അക്ഷരം കൂടെ മിണ്ടിയാൽ എൻ്റെ തനി സ്വഭാവം ആരാന്ന് പറയുന്നത്? ലോക്കൽ പടയാളി പറയുക ചുമ്മാരി അളിയാന്ന്, മിണ്ടരുത്. ആരാ പറഞ്ഞേ? രാജാവിനോട്. ചുരുക്കി പറഞ്ഞാൽ ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യലിസമാണ്. രാജാവ് ആരാ, പ്രജ ആരാ, അപ്പനാരാ, അമ്മയാരാ, ഒരു പിടിയില്ല. തിരിച്ചു പറയാ അളിയാ മിണ്ടരുത്. ഇതെൻ്റെ ഒരു ഭാഷയാണ്. നമ്മുടെ നാട്ടിലെ ആ ബോധം വെച്ചാൽ പറഞ്ഞ കേട്ടോ, ഓർക്കരുത്. ചുരുക്കി പറഞ്ഞാൽ കഥ കടയ്ക്കാൻ വിട്ടു. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോ? കോരശിൻ്റെ സേന വന്ന് പാഞ്ഞു നിൽക്കുമ്പോൾ ദാ കഥകൾ മറക്ക തുറന്നു കിടക്കുന്നു. ഒരു മന്ത്രി ശട്ടം പറഞ്ഞു, പ്രഭോ കടക്കരുത്, നമ്മളെ പിടിച്ചകത്താക്കുമ്പോൾ ഇവൻ കഥ കടച്ചിട്ട് ശ്വാസം മുട്ടിച്ചു നമ്മെ ഇതിനകത്ത് തകർക്കാനുള്ള പദ്ധതിയാ. മന്ത്രി പറഞ്ഞു, അങ്ങനെയൊക്കെ. രാജാവ് പറഞ്ഞു, അതിലർത്ഥമില്ല മന്ത്രി, നമ്മൾ പൊരുതി മരിക്കാൻ വന്നവരാ, ചതിവ് വിഷയമല്ല. ആ പറഞ്ഞങ്ങോട്ട് തിരികെയും ഒരു വറ്റം വയോവൃദ്ധന്മാർ വന്ന് രാജാവിൻ്റെ മുമ്പിൽ നിന്നു. പ്രഭു, അങ്ങ് കോരശല്ലേ, അങ്ങക്ക് കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തേക്ക് എണ്ണച്ചടിക്കുന്ന നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. അങ്ങ് ഒരു ദിവസം ഇതുവഴി വരുമെന്നും ഈ രാജ്യം കീഴടക്കുമെന്നും ഇവിടെ അകപ്പെട്ട അഗതികളെ മുഴുവൻ അവരവരുടെ ദേശത്തേക്ക് എത്തിക്കുമെന്നും അങ്ങ് ജനിക്കും മുമ്പ് അങ്ങയെക്കുറിച്ച് എഴുതി വച്ച തിരുവെഴുത്തുകൾ നിരന്തരം വായിച്ച് നിന്റെ വരവും കാത്ത്
എന്നുമെന്നും കണ്ണുയർത്തി കാത്തിരിക്കുന്ന ഒരുപറ്റം യഹൂദ റബിമാരാണ് ഞങ്ങൾ. നിന്റെ കുതിര കുളമ്പടി ദൂരത്ത് കേൾക്കവേ ഞങ്ങളുടെ ഉള്ളം ആവേശം കൊണ്ട് തുടിച്ചു. ഇടനാഴികൾ കടന്ന് നീ കടന്നു വരുന്ന വേളയിൽ ഞങ്ങൾക്ക് പിടികിട്ടി നീയാണ് കോരശ്, ഈ തിരുവെഴുത്തിൽ പറയുന്ന കോരശ്. കോരശ് അത് കേട്ട് കുതിരപ്പുറത്തു നിലത്ത് ചാടി തന്നെക്കുറിച്ച് എഴുതി വെച്ച യിരെമ്യാവിൻ്റെയും യെശയ്യാവിൻ്റെയും വേദഭാഗങ്ങൾ വായിച്ചു കേട്ടു. നിലത്തെ മണ്ണുവാരി ചുംബിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം. അവൻ ഭൂമിയിലെ സകല രാജ്യങ്ങളും എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു ജാതീയ ചക്രവർത്തി, അഗ്നിസേവകൻ, അഗ്നിയെ ദൈവമായി കണ്ടവൻ, ആ വിധത്തിൽ പൂജാതി കർമ്മങ്ങൾ അർപ്പിച്ചവൻ ഇതാ വിളിച്ചു പറയുക, യഹോവ തന്നെ ദൈവം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉലകത്തോട് പറയാനുള്ള സന്ദേശം, യഹോവ തന്നെ ദൈവം. അതിന്റെ പുതുനിയമ ചിന്തയിലേക്ക് വന്നാൽ മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ മാർഗം. യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ രക്ഷാകരമായ അവന്റെ പദ്ധതിയുടെ ഭാഗമാകാൻ ഈ വചനം കേൾക്കുന്ന സകൽക്കും അത്യുന്നതൻ സംഗതിയാക്കട്ടെ. കോരസ് ഏറ്റുപറയുന്നു ദൈവത്തെ. അതല്ല രസകരമായ കാര്യം. ഈ സംഭവം കൃത്യം കണ്ട് യെശയ്യാവ് എന്തൊക്കെ എഴുതുന്നു വായിച്ചുകൊള്ളൂ. 21 മുതൽ 21:1 ഇത് സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം. സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകം. തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു. ഇതാ ഇറാഖ് എന്ന ബാബിലോണിന് നേരെ തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് കടന്നു വരുന്നു കോരശിന്റെ സേന. കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദർശനം, കഠിന ദർശനം വെളിപ്പെട്ടത് മറ്റാർക്കുമല്ല, ബേൽശസ്സറിനാണ്. വായിച്ചു വരുമ്പോഴേ പിടികിട്ടു. വായിച്ചോളൂ. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഈ നാട് മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച ഇയാൾ കാണുകയാ. ഏലാമേ കയറി ചെല്ലുക. യെശയ്യാവ് ഇപ്പോഴിത് കാണുന്നത് അത് ബേൽശസ്സറിന്റെ അനുഭവങ്ങൾ യെശയ്യാവ് പകർത്തുക. ഏലാം അതൊരു സ്റ്റേറ്റിന്റെ പേരാ. ഏലാ സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനി എന്നൊക്കെ പറയുമല്ലോ. പണ്ട് ദൈവപുരുഷനായ ഈ ദാനിയേൽ അവിടെ ഇരുന്നിട്ടുണ്ട്, ഈ ശൂഷൻ രാജധാനിയിൽ. ഇതാണ് പിൽക്കാലത്ത് എസ്തേർ അവിടെ ഇരുന്നത്. അത് തിരുവെഴുത്തിന്റെ മറ്റൊരു ഭാഗം. ഇത് പേർഷ്യൻ രാജാക്കന്മാരുടെ ശൈത്യകാല രാജധാനിയാണ്. അത് പോകട്ടെ. അപ്പോൾ ഏലാം എന്ന രാജ്യം പേർഷ്യയുടെ മറ്റൊരു പേരാണ്. ഏലാമേ കയറി ചെല്ലുക. മേദ്യയെ നിരോധിച്ചു കൊള്ളുക. ദാര്യാവേശിന്റെ രാജ്യം. മേദ്യയെ നിരോധിച്ചു കൊള്ളുക. അതിന്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. വെള്ളമടിച്ച് കോൺതെറ്റി കിടക്കുന്നവന്റെ ഞരക്കം അതൊക്കെ ഞാൻ നിർത്തിക്കളയും. പിന്നെ അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. അവന്റെ ഏപ്പാടി, ബേൽശസ്സറുടെ ഏപ്പാടി അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. പിന്നെ നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. ഒരു ഗർഭവതിയെ പോലെ നോവ് കിട്ടി വേദനിക്കുന്ന അനുഭവം രാജാവിനുണ്ടായി. പിന്നെ എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണു കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. പിന്നെ എന്റെ ഹൃദയം പതറുന്നു. ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവനെനിക്ക് വിറയലാക്കി തീർത്തു. പിന്നെ മേശ ഒരുക്കുവീൻ. അന്ന് ഞാൻ പറഞ്ഞു, മേശ ഒരുക്ക്. പരവതാനി വിരിപ്പീൻ. പരവതാനി വിരിക്ക്. ഭക്ഷിച്ചു പാനം ചെയ്യുവീൻ. ഭക്ഷിച്ചു പാനം ചെയ്യാൻ മഹത്തുക്കളിൽ 1000 പേർക്ക് രാജാവ് വിരുന്നൊരുക്കി. പിന്നെ പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ. ഭക്ഷിച്ചുകൊണ്ടിരുന്ന പ്രഭുക്കന്മാരോട് പറയാ, പ്രഭുക്കന്മാരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പറയാ, എഴുന്നേൽക്ക്, ഇതാ പ്രതിസന്ധി വരുന്നു. പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. അയ്യോ, പരിചയ എടുത്തില്ലേ നിങ്ങൾ? പരിചയ്ക്ക് എണ്ണ പൂശ്, ശത്രു വന്നു നിൽക്കുന്നു. പിന്നെ കർത്താവ് എന്നോട്, നീ ചെന്നൊരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക. അപ്പോൾ കർത്താവ് പറയുക, നീ ചെന്നൊരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക. ശ്രദ്ധിക്കണം. അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന കുതിരപ്പടയെയും. അതാ വരുന്നു മേദ്യനായ ദാര്യാവേശിന്റെ സേന. ഈരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ അതീവ ശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ, അതീവ ജാഗ്രതയോടെ. ഇതാ ഈ തകർച്ചയ്ക്ക് 120 കൊല്ലം മുമ്പ് ഈ തിരുവെഴുത്തിൽ പ്രവാചകൻ എഴുതി വെച്ചത് അന്ന് നിവൃത്തിയാകാൻ പോയാണ്. ഹല്ലേലൂയ. ദൈവജനമേ, ഇതാണ് ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത.
ഇതാണ് ലോകത്തോട് നമ്മളിത് ഘോഷിക്കാൻ കാരണം. ഇത് ചരിത്രത്തെ മുഴുവൻ ആ പാടെ അതിൻ്റെ ഗതി തിരിച്ചു വിട്ട അത്ഭുതങ്ങളുടെ ഗ്രന്ഥമാണ്. ഇത് പ്രവചനങ്ങളുടെ, യാഥാർത്ഥ്യങ്ങളുടെ, ദൈവജനത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ സമാഹാരമാണ്. അതുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഭാഗ്യകരമായ ഒരനുഭവം. നമ്മളിതിൻ്റെ ഈ ചരിത്ര വസ്തുതകൾക്ക് ഇന്ന് ഏതാണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രവചന രൂപേണ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അന്ന് കോരശിൻ്റെ സേന ഇവിടെ വന്നിക്കേ ബേൽശസ്സർ ഇങ്ങനെ മദ്യപിക്കുക. അയാൾക്കൊരു മദ്യം കുടിച്ച് ലക്ക് കേട്ടപ്പോൾ പുള്ളിക്കൊരു വല്ലാത്ത ചിന്ത. അദ്ദേഹം ഉത്തരവിട്ടു, എൻ്റെ അപ്പനായ ബേൽശസ്സർ നെബൂഖദ്നേസർ യെരുസലേം ആക്രമിച്ച വേളയിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോന്ന ദേവാലയത്തിലെ വിലപിടിപ്പുള്ള പാനപാത്രങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ ഇവിടെ അതെവിടെ ഇരിക്കുക, നിലവറയ്ക്കുള്ളിൽ കുറ്റാക്കുറ്റിരിടത്ത് 90 ഡിഗ്രി ആംഗിളിൽ താഴേക്ക് ചരിഞ്ഞിറങ്ങി ആരും ചെന്നെത്താനാവാത്ത ഇടത്തത് സൂക്ഷിച്ചിരിക്കുക. അഥവാ അവിടെ ചെന്നെത്തുന്നവന് തിരിച്ചു വരാനാവാത്ത വിധം ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന വാതിലുകൾ ആ തുരങ്കം വഴി ചിലപ്പോൾ മനുഷ്യൻ ചെന്ന് ജലാശയത്തിൽ ചാടി മരിക്കത്തക്ക വിധത്തിലാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ. ഷണ്ണന്മാർ ആയ ഒരുപറ്റം ആളുകളെ കാവൽ നിർത്തിയിരിക്കുക. അവരെ കൊന്നിട്ടാലും ഈ താക്കോൽ കൊടുക്കില്ല. താക്കോൽ അപകരിച്ചു കൊണ്ടുപോയാൽ തിരിച്ചു വരവുമില്ല. അതേ വിധത്തിലാണ് VIP വന്നിരിക്കല്ലേ. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ ഇത് കൊണ്ടുവച്ച് പത്രാസ് കാണിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ രാജാവ് ശ്രമിക്കുമ്പോൾ തടയാൻ ആർക്കും ധൈര്യമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക, പ്രഭോ ഇത് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ സുരക്ഷയാ, അതിലേക്കുള്ള വഴി ആളുകൾ പഠിക്കും, ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ആർക്കാ ബോധം? അതിവിടെ കൊണ്ടുവെപ്പിച്ചു. വീഞ്ഞൊഴിക്കാൻ ഇവിടെ പാത്രമില്ലാഞ്ഞിട്ടല്ല, അതിലേക്ക് ഒഴിക്കാൻ അഭിസാരികമാരായ സ്ത്രീകൾ ദൈവാലയത്തിലെ പാനപാത്രങ്ങൾ കയ്യിലെത്തി അതിലേക്ക് വീഞ്ഞൊഴിക്കുക. വീഞ്ഞൊഴിക്കുമ്പോൾ ഈ പാത്രം നഷ്ടപ്പെട്ട ദൈവമക്കൾ 70 ആണ്ടുകൾ പ്രാർത്ഥിക്കുക. പാത്രത്തിന് വേണ്ടിയല്ല, യഹോവേ നിന്നെ ഒന്ന് സേവിക്കാൻ ഒരവസരം. ഈ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൈകൾ ആ കാണുന്ന വ്യക്തിയിൽ എഴുതി, മെനേ മെനേ തെക്കേ ഊപർസി. ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. വലത്ത് നിന്ന് ഇടത്തോട്ടെഴുതുന്ന അരാമിക്ക് ഭാഷയിൽ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ആ വർത്തമാനം ഏവരും കണ്ടു. ആ വാർത്തയ്ക്ക് മുമ്പിൽ അവൻ്റെ പാടി. അതാ യെശയ്യാവ് 100 കൊല്ലം മുമ്പ് വിളിച്ചു പറയുക, കഠിനമായൊരു ദർശനം എനിക്ക് ഭവിച്ചിരിക്കുന്നു, എൻ്റെ അരയിൽ വേദന ഇരിക്കുന്നു, നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ആയിരിക്കുന്നു. ആ കഠിനമായ ദർശനത്തിൻ്റെ ആധിക്യത്തിൽ സ്വയം തകരാൻ അവൻ തയ്യാറെടുത്തിരിക്കെ ഇതിൻ്റെ പൊരുൾ ഒന്ന് വ്യാഖ്യാനിച്ചു തരാൻ ആരാ ഉള്ളത്? വരൂ. ശകുനവാദികളും മന്ത്രവാദികളും ഒക്കെ വന്നിട്ടും അവരെന്തോ കണ്ടു വായിക്കാനും പൊരുൾ പറയാനും അറിയാതിരിക്കെ രാജമാതാ വഴിയിൽ വന്നു. അവർ പറഞ്ഞു, തിരുമേനിയുടെ അപ്പൻ്റെ കാലം മുതൽ ഇത്തരം പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുന്ന ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ട്. എന്തായിരിക്കും ദാനിയേൽ ഈ കൂടെ വരാഞ്ഞത്? ഏകാന്തത കിട്ടി ഈ സമയത്ത് ദാനിയേൽ തൻ്റെ പ്രാർത്ഥന മുറിയിലാക്കും, അല്ലെങ്കിൽ വയോവൃദ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാലമൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാകും. ആളയച്ചു വരുത്തി. ആ സമയത്ത് ദാനിയേൽ ചോദിക്കുന്നത്, എത്ര കാലം ഞങ്ങളിവിടെ കിടക്കും? ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മറുപടി കൊടുത്തു, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസ്ഥാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. വിശ്രമാവസ്ഥയിലേക്ക് അദ്ദേഹം മാറാൻ തുടങ്ങുമ്പോൾ ദാ കർത്താവ് ഈ വചനം വ്യാഖ്യാനിക്കാൻ അടുത്ത് വിട്ടു. ദാനിയേൽ വ്യാഖ്യാനിച്ചു കൊടുത്തു, ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ലോകം ചിലപ്പോൾ കഴിവുകൾ കാട്ടി ആദരവും ഫലകവും നമുക്ക് തരും. ലോകം ആദരവും കാഴ്ചകളും ഒക്കെ കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കും. പക്ഷെ ദൈവം തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടാൽ പിന്നെ നമ്മളൊരു വട്ടപൂജ്യമാ, ആർക്കും വേണ്ടത്തവനാ. അതുകൊണ്ട് നാഥന് മുൾമുടി നൽകിയ ഈ ലോകം തരുന്ന ആദരവുകളെക്കാൾ ശ്രേഷ്ഠകരമായതൊന്ന് ക്രിസ്തു നിമിത്തം അപമാനിക്കപ്പെടുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ പിന്തിരിഞ്ഞോടാൻ ഇടവരാത്ത ക്രിസ്തീയമായ ആ സാക്ഷ്യം നിലനിർത്താൻ
വചനം കേൾക്കുന്ന ഏവർക്കും ദൈവം വഴിയെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഇതാ ഈ ഘട്ടത്തിൽ ബേൽശസ്സർ ഇട്ട ഉത്തരവ് ഈ പാത്രം കൊണ്ട് വെക്കാൻ അതൊരു ദൈവഹിതമായിരുന്നു. കാരണം അന്ന് ഈ രാജ്യം തകരും. ഈ പാത്രമടക്കമുള്ള സകല വസ്തുവകകളും പൊൻപാന പാത്രങ്ങളും വെള്ളി കൊണ്ടുള്ള ഇതര പാത്രങ്ങളുമെല്ലാം ഈ വഴിയറിയാതെ മണ്ണടരുകൾക്കുള്ളിൽ പൂണ്ടുപോകും. കാലം കഴിഞ്ഞ് കിട്ടൂല. അതിവിടെ എടുത്തു വെപ്പിച്ചത് കൊണ്ട് വരുന്ന കോരശിന് ഇതെവിടെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റി. അതുവഴി എണ്ണിയെടുപ്പിച്ച് പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു കൊടുത്തു. മനസ്സിലായോ പറഞ്ഞേ? ആ രാജാവ് കാര്യവിചാരകൻ മുഖാന്തരം ഈ വഴി കൃത്യം പഠിച്ചിട്ട് പറഞ്ഞു, ഇനി എടുത്തോണ്ട് വാ. എണ്ണിയെടുപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഓരോ ഇസ്രായേലിനും താന്താന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ആലയം പണിതപ്പോൾ ദൈവം ഉണർത്തി ഏവനും പോയി അതിന്റെ ഭാഗമായി തീരാ. പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് പ്രഖ്യാപിച്ചത് എടുത്തു കൊടുത്ത് അവരെ മടക്കേക്കുമ്പോൾ പ്രവാചകൻ എഴുതിയ മറ്റൊരു വചനം നിവൃത്തിയായി. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി, ആരും കാണാത്ത മണ്ഡലത്തിൽ സൂക്ഷിക്കപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ മകനെ നിന്റെ മക്കൾ ഏൽപ്പിച്ചു തരും. എൻ്റെ വൃതനായ യാക്കോബ് നിമിത്തം ഞാനിത് നിനക്ക് മടക്കിത്തരും. ഇതുകൊണ്ടാ ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ശ്രേഷ്ഠതയോർത്ത് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അഭിമാനം ഇരട്ടിക്കാൻ കാരണം ഇത് വെറുതെ സാരോപദേശങ്ങളോ കെട്ടുകഥകളുടെയോ സമാധാനമല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കാലത്തോടിടപെട്ട ദൈവപ്രവൃത്തിയുടെ ആവേശകരമായ ഓർമ്മക്കുറിപ്പുകളാ. അതിനെ ഉദ്ധരിക്കാൻ പ്രസംഗിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യം. ഹല്ലേലൂയ. അപ്പം തിരിച്ചു വരാം. ഇവിടെ കൂടുതൽ നീട്ടണ്ട. അവിടെ അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. എനിക്ക് ദാനിയേലിൻ്റെ പ്രവചന ശൈലി വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഒത്തിരി പഠിക്കാനുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. ഇരമ്യാവ് പ്രവചനം തുടങ്ങിയാൽ കരഞ്ഞുകൊണ്ടാണ് പുള്ളി പ്രവചിക്കുന്നത്. കരഞ്ഞ് ഒരു പുസ്തകം തന്നെ കരച്ചില്ല, വിലാപങ്ങൾ. എന്നാൽ നമ്മുടെ ഏലിയാവാണെങ്കിൽ വാളും പരിചയക്കാരും വെട്ടിക്കൊല്ലും, കേൾക്കാത്തവനെ വെട്ടി അങ്ങ് നശിപ്പിക്കും. അത് ഏലിയാവിൻ്റെ പ്രവചനം. നഹുവാണെങ്കിൽ ശാപമാണ് പറയുന്നത്. അവിടുന്ന് ഇരമ്യാവ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യെശയ്യാവ് ചൂടായ സംസാരിക്കുന്നത്. നല്ലൊരു ഭാഷയില്ല. എടോ, യഹോവ നിന്നെ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും, മര്യാദയ്ക്ക് ജീവിച്ചോണം. ആരാധനയ്ക്ക് പോകാത്ത നോക്കിയിട്ട് പറഞ്ഞു, കഴുതേക്കാൾ നിന്റെ നിലവാരം അതപ്പതിച്ചു പോലെടാ പക്ഷേ, കാളതിൻ്റെ ഉടയവനെ, കഴുത എൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി എറിയുന്നു, നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു മാന്യനായ പ്രവാചകൻ, മറ്റാരും മാന്യരല്ലെന്നല്ല, ശൈലി കൊണ്ട് പറഞ്ഞ പുള്ളി എത്ര ചൂടായ കാര്യം പറഞ്ഞ മുമ്പ് പറയും, രാജാവേ ദീർഘായുസായിരിക്കട്ടെ. പക്ഷെ ചെവിച്ചെന്ന് പറയുന്നതിൽ പറയും, പക്ഷെ ഒരു 7 കൊല്ലം പുല്ല് തിന്നും, പേടിക്കാനൊന്നുമില്ല, അങ്ങ് മാറും. 7 കൊല്ലത്തെ കാര്യമല്ല ഉള്ളൂ. കൊല്ലാൻ വരുന്നതിനോട് പെട്ടെന്ന് ശൈലി അങ്ങ് മാറ്റിക്കളയും. തിരുമനസ്സിന് വലിയ പുള്ളിയാ. തിരുമനസ്സിനെ പോലൊരു രാജാവുണ്ടോ? തങ്കം കൊണ്ടുള്ളതല്ല, തിരുമനസ് എല്ലാം പറഞ്ഞിട്ട് പറയാം. പക്ഷേ ഒരു 7 കൊല്ലം പുല്ല് തിന്നും, അത് നല്ലതാ രാജാവേ, പോട്ടെ. പിന്നെ തിരുമേനിയുടെ ബുദ്ധി മടങ്ങി വരും, കുഴപ്പമുള്ള കാര്യമല്ല. 7 കൊല്ലം മൃഗങ്ങളുടെ കൂടെയാണ് തിരുമേനിയുടെ വാസം. അതൊക്കെ ഞാൻ ആ ഭാഗം വരുമ്പോൾ പറഞ്ഞുതരാം, പറയേണ്ടതാണ്, അങ്ങോട്ട് വരാം. അപ്പം നമുക്ക് അടുത്തിലേക്ക് വരാം. അന്ന് പ്രവചിച്ചപ്പോൾ ഈ വാക്യം അവിടെ കാണുന്നില്ല, പക്ഷെ പുള്ള സ്ഥിര ശൈലിയല്ലേ. അങ്ങനെ പറഞ്ഞു പാടൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും പ്രവചനം തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, തിരുമനസ് ദീർഘായുസായിരിക്കട്ടെ. പക്ഷെ വചനം തിരുന്ന് പറയുക, അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. അപ്പോൾ ദാനിയേൽ ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ സൂക്ഷിക്കണം, അന്ന് അവൻ്റെ കാര്യം പോകാം. അതുകൊണ്ടാണ് ദാനിയേലിനെ വിളിക്കുക ഉത്കൃഷ്ട മാനസൻ. യെശയ്യാവ് ക്രൂരമായി കൊല്ലപ്പെട്ടു, ഇരമ്യാവ് കുണ്ടറയിൽ അടക്കപ്പെട്ടു. ഇവരൊക്കെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം. നല്ല മരണം കിട്ടിയ അപൂർവം പ്രവാചകരേ ഉള്ളൂ. അതിലൊരാൾ ഏലിശയാണ്, മറ്റൊരാൾ ഈ ദാനിയേലാണ്. സ്വാഭാവിക മരണം. അപ്പോൾ വാക്ക് കുറേ സൂക്ഷിക്കുക, കുറേയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാം എന്ന് മനസ്സിലായില്ലേ? പ്രവചനത്തിൻ്റെ കാഠിന്യമല്ല, ആ സമീപനത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ എൻ്റെ. ചിലർ പരസ്യവും നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ വഴി വേറെ ആർക്കും പോകണ്ട. എന്തോരവസ്ഥയാണ്. ഏത് കാര്യവും പറയാം, നമുക്ക് ആശയപരമായി എതിരെയാകാവൂ, ഈ വ്യക്തി വിരോധം പാടില്ല. അതാണ് വേണ്ടത്. സംവാദങ്ങളാകാം, ചർച്ചകളാകാം, മറുപക്ഷത്തിരിക്കുന്ന ആളിനോട് ആദരവ് പുലർത്തി വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ അതൊക്കെ ഇന്ന്
ആൾക്കിടയിൽ നഷ്ടമാകുകയാണ്. പോട്ടെ. അപ്പോൾ ദാനിയേൽ നമുക്ക് നല്ലൊരു ക്യാരക്ടറാണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാരക്ടറാണ്. അത്രയും പറഞ്ഞോണം വിടുന്നു. അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു, രാജ്യം തകർന്നു. ഈ തകർന്നു കിടക്കുന്ന രാജ്യത്തെക്കുറിച്ചും യെശയ്യാവ് പ്രവചിച്ചു. അതെങ്ങനെ കിടക്കും അതുകൂടി പറഞ്ഞ് നമുക്ക് അവിടെ അങ്ങ് വിടാം. അല്ലെ ഈ ബാബിലോൺ ബാബിലോൺ എന്ന് പറഞ്ഞ് നമ്മളൊരു പരുവാകും. എന്താ പറയുന്നു? അപ്പോൾ ആ വാക്യം കൂടി ഒന്ന് വായിച്ചു പോകാം. ഈ തകർച്ച യെശയ്യാവ് തന്നെ പ്രവചിക്കുക. ഇതൊക്കെ 120 കൊല്ലം മുമ്പാണ്. ഈ തകർച്ചക്ക് 120 കൊല്ലം മുമ്പ് യെശയ്യാവ് പ്രവചിക്കുന്ന ഭാഗം വായിച്ചാട്ടെ. വായിക്കാം. യെശയ്യാവ് 13:19 മുതൽ. റെഫറൻസ് ഞാൻ പറഞ്ഞില്ലല്ലോ. യെശയ്യാവ് 13:19 മുതൽ വായിക്കാം. രാജ്യങ്ങളുടെ മഹത്വവും പിന്നെ കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. സോദോം ഗൊമോറയെ മറിച്ചു കളഞ്ഞതുപോലെയാകും. ഞാൻ എൻ്റെ പ്രതാപം എല്ലാം പറഞ്ഞില്ല. അത്രയും ലോഡ് ഒറ്റയടിക്ക് അടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നാളത്തേക്ക് ഒരു 10 മിനിറ്റ് കൂടെ കാണും ബാബിലോൺ, എങ്കിലേ അത് ശരിയാവുള്ളൂ. വായിച്ചു. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. ഈ മഹത്തരമായ രാജ്യം നോക്കിയിട്ട് യെശയ്യാവ് പ്രവചിക്കുക, ഈ മഹാനഗരത്തിൽ ഇനി മുതൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. പിന്നെ തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അതൊന്നും വ്യാഖ്യാനിക്കണ്ടല്ലോ. അവിടെ ആളുവാർപ്പുണ്ടാകില്ല. തലമുറയോളം ഇവിടെ ഇനി ഒരുത്തനും വസിക്കില്ല. പിന്നെ അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. ബാക്കി 20 അത് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പേഴ്സണലി പറയാം. ഇതൊക്കെ നമുക്ക് ഈ ലൈവ് ചെയ്യുന്നുണ്ട്, പല പരിമിതികളുണ്ട്. ഒറ്റ വാക്കിൽ പറയാ, അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. പിന്നെ ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. പിന്നെ മരുമൃഗങ്ങൾ അവിടെ കിടക്കും. എന്തെന്നാ മരുമൃഗങ്ങൾ അവിടെ കിടക്കും. ഒരിക്കൽ അമ്മച്ചിയുടെ വായിച്ചിട്ട് ആത്മാവിൽ അങ്ങ് സന്തോഷിച്ച് കൈയടിച്ചു. അപ്പോൾ ചോദിച്ചു, ഇതെന്താ അവിടെ വന്നപ്പോൾ ഈ സന്തോഷം? ഉടനെ പറയും, ഈ വചനം ഞങ്ങളുടെ വീടിനെ കുറിച്ചാണ്. എന്താ കാര്യം? മരുമകൾ അവിടെ കിടക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, അമ്മച്ചി അത് തെറ്റിപ്പോയതാ, മരുമകളല്ല, പിന്നെങ്ങനെ? എന്നെ സംബന്ധിച്ചോളം എനിക്കിത് രണ്ടും ഒരുപോലെയാണ്. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. പിന്നെ അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഈ ബേൽശസ്സറിൻ്റെ ഒക്കെ വീട്ടിൽ മൂങ്ങ നിറയും. പിന്നെ ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ഭൂതം നൃത്തം ചെയ്യുന്ന വിധത്തിൽ ഭീകരത തളം കെട്ടി കിടക്കുന്ന ഇടമായി അവിടെ അവശേഷിക്കും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. ഇന്ന് ഇറാഖ് സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്കൊരു കാഴ്ച കാണാം. ഈ സിറ്റി ഓഫ് ബാബിലോണിൻ്റെ പുരാതന അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഇടത്തേക്ക് നാം നയിക്കപ്പെടും. അവിടെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ, വേണ്ടത്ര ആളുകളൊന്നുമില്ല, ഒരു സ്റ്റേഷൻ മാസ്റ്ററും 3-4 പോലീസുകാരും, ഒരു ദാരിദ്ര്യം പിടിച്ച റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ കൊണ്ടുപോകാൻ ഗൈഡ് കാത്തിരിക്കില്ലേ? നമ്മൾ ചെന്ന ഒരു വണ്ടിയിൽ കയറി, ട്രക്കിലാണ്. അവിടെ ഇതിലുണ്ട് സിറ്റി ഓഫ് ബാബിലോൺ. ട്രക്കിൽ കയറുമ്പോൾ അദ്ദേഹം ആദ്യം പറയും, നിങ്ങൾ ഷട്ടർ തുറക്കാൻ പാടില്ല, ഗ്ലാസ് വഴിയേ പുറത്തേക്ക് നോക്കാം. അതെന്താ കാര്യം? അദ്ദേഹം പറയും, ഇവിടെ കുറുക്കൻ്റെ ശല്യം കൂടുതലാണ്, മരുഭൂമി. ഇവിടെ നരിച്ചീറുകളും കടവാതിലുകളും ധാരാളമുണ്ട്. ഇവിടെ മൂങ്ങകൾ ധാരാളമുണ്ട്. ഇവ നിങ്ങളുടെ സാധന സാമഗ്രികൾ നശിപ്പിക്കും. പറന്നു വന്ന് കയറും. വണ്ടി നിർത്തിയാൽ ഓടി വന്ന് കയറും. അതിലെന്താ ഇതേ? അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുനരികൾ ഓടിയിട്ടും ഒട്ടകപ്പക്ഷികളോടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. കുറേ അങ്ങോട്ട് പോവുക. ദാനിയേലിന് കിട്ട സിംഹക്കുഴിയുടെ അവശിഷ്ടം കിടപ്പുണ്ട്. ഭൂഗർഭ അറകളിൽ നിരവധി ഇടങ്ങളിൽ മനുഷ്യൻ്റെ പീഡന സ്ഥലങ്ങളുണ്ട്. അടിമകളെ പീഡിപ്പിക്കാൻ അന്നുണ്ടാക്കി വെച്ച വിവിധ ഇടങ്ങളും കൊത്തളങ്ങളുമുണ്ട്, വിചാരണ സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ തീച്ചൂളകളും സിംഹക്കുഴികളും ഉണ്ട് അവിടെ. അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. കാട് പിടിച്ച് കിടക്കുക. ഏതായാലും ഒരു
4 മണിയൊക്കെ ആകുമ്പോഴേക്കും യാത്ര തീർന്നു. പിന്നെ അങ്ങോട്ട് പ്രവേശനമില്ല. അതിനു മുമ്പ് പുറത്തിറങ്ങിയിരിക്കണം. 3 മണിക്ക് നിർത്തി പുറത്തിറങ്ങണം. ഇതെല്ലാം പോയി കാണാൻ അവസരമില്ല. 58 മൈലുകൾ ചുറ്റളവുണ്ട്. ഇതിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന കട്ടകളും ഒക്കെ കിടക്കില്ലേ. ചിലത് ഞാൻ പറയാനുണ്ട്, നാളത്തേക്ക് ബാക്കി വെക്കാം. ഇതെല്ലാമുള്ള ഈ സ്ഥലത്ത് ഈ സമയം കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോരും. അതിനപ്പുറം കിടന്നാൽ ഒരു വല്ലാത്ത ഇരുട്ടോ, കാട് പിടിച്ച് കിടക്കുന്ന ഇടത്ത് നിന്ന് വല്ലാത്ത ശബ്ദം, നരിച്ചീറുകളുടെ ശബ്ദം, കടവാതിലുകളുടെ ശബ്ദം, കുറുക്കൻ്റെ ശബ്ദം, ആക്രമണകാരികളായ മരുഭൂമിയിലെ ജീവികളുടെ സാന്നിധ്യം, വ്യത്യസ്ത തരങ്ങളിലുള്ള പാമ്പുകളുടെ ശല്യം. ഈ വല്ലാതെ കിടക്കുന്ന കിടപ്പിൽ നമ്മെ കൊണ്ട് ഗൈഡ് പുറത്ത് നടക്കും. ഞാനിത് നമ്മുടെ നാട്ടിലെ പെരുമ്പാവൂരിൽ പബ്ലിക് സ്റ്റേഡിയത്തിൽ ഒരു 4 രാത്രി യോഗമുണ്ടായിരുന്നു. അതിൽ 2ാം രാത്രി ഇത് പ്രസംഗിക്കുക, സുവിശേഷ യോഗമാണ്. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതനെ കാണാൻ വന്നു. അദ്ദേഹം ചോദിച്ചു, ഈ സ്ഥലത്തെക്കുറിച്ച് നൽകിയ ആ വിശദീകരണം ഒന്നുകൂടി എന്ന് പറയാമോ, എൻ്റെ ബൈബിൾ റെഫറൻസൊക്കെ. ഞാൻ റെഫറൻസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഞാൻ താങ്കൾ പറഞ്ഞ ഈ സ്ഥലത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടമൊക്കെ അരിച്ചു പിറക്കാൻ ഒരവസരം കിട്ടി. അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഈ ലൈവിൽ സംസാരിക്കാൻ കഴിയില്ല. നിന്നെ സംബന്ധിച്ചോളം ആ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തു. ഒരു പ്രത്യേക ആക്ഷന് വേണ്ടി താൻ നിയോഗിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു 3-3:30 ആകുമ്പോഴേക്കും ജോലി നിർത്തിവെച്ച് ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് കിടക്കണം. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ സമയം കഴിയുമ്പോഴേക്കും മനുഷ്യൻ തളരും, ഒരു ക്ഷീണം, എല്ലാത്തിലുപരി കാട് നമുക്ക് വല്ലാതെ എതിരായിത്തീരുന്നു. പക്ഷെ അന്നെനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലാകുന്നു, ഞാൻ വായിച്ച ബൈബിളിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്. 1000 ആണ്ടുകൾക്കപ്പുറത്ത് പറയല്ലേ, ഒരു നാളും ഇവിടെ കുടിപ്പാർപ്പുണ്ടാകയില്ല, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ആ തകർന്നടിഞ്ഞ ശൂന്യാവശിഷ്ടങ്ങളെ നോക്കി ആ കെട്ടിടം നിലനിൽക്കുന്ന കാലത്തെ പ്രവചിക്കാൻ യെശയ്യാവ് ധൈര്യം കാട്ടി. ഹല്ലേലൂയ. ഒരിക്കലും പണിയാനാവാതെ അത് തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അവിടം വീണ്ടും പുതുക്കി പണിയാൻ 250 വിദഗ്ധരായ എൻജിനീയേഴ്സിൻ്റെ സഹായത്തോടുകൂടി 80കളിൽ ശ്രമം നടത്തി അവിടുത്തെ ഭരണകൂടം. ആ ശ്രമം പാളി. കാരണം വേണ്ട എല്ലാ സന്നാഹങ്ങളുമുണ്ട്. 3 മലയാളികളായ എൻജിനീയേഴ്സ് അടക്കം 250 പേര്. $1 ആസ്തി, അമേരിക്കൻ പിന്തുണ അന്നുണ്ട് ആ രാഷ്ട്രത്തിന്. എല്ലാം ഉണ്ടായിട്ടും പറ്റിയില്ല. എല്ലാം അനുകൂലമായിട്ടും ഒരു ഘടകം എതിരായി. അത് വാക്യം 20 അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. ബാബിലോൺ തകർന്നു. ആ കിടപ്പിൽ ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ അത് പുനർനിർമ്മിച്ചിട്ടേയില്ല. അപ്പോഴാണ് നമുക്കൊരു പ്രശ്നം. നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു വാക്യം വായിച്ചു. ഇന്ന് വന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ചേ. 18:21 വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് 18:21 വായിക്കാം. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്തു സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. 95 വെളിപ്പാട് പുസ്തകം എഴുതി. 606 BC ബാബിലോൺ തകർന്നു. നമ്മളിപ്പോൾ 2018 വന്നു. യേശുവിൻ്റെ വരവോട് ബന്ധപ്പെട്ട് നിവൃത്തിയാകേണ്ട പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ പറഞ്ഞു, പണ്ടേ തകർന്നതാണിത്, ഇനി പണിയാൻ സാധിക്കില്ലെങ്കിൽ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് കടലിലെറിഞ്ഞിട്ട് ദൂതൻ പറയുക, ഇങ്ങനെ ബാബിലോണിനെ തകർക്കും എന്ന് പറയുമ്പോൾ ആ ബാബിലോൺ ഏത്? മനസ്സിലായോ? അപ്പോൾ 13 ദിവസം നമ്മളിത് പഠിച്ചുകൊണ്ട് ഒരു ഗുണമുണ്ടാവും. എന്താ ഗുണമെന്ന് പറയട്ടെ? ഇത് പഠിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലാവും. പിടികിട്ടും. അപ്പം നമ്മളതിൻ്റെ ഒരു എൻട്രൻസിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇന്ന് നമുക്ക് പിരിയേണ്ട സമയമെത്തി എന്നെനിക്ക് തോന്നുന്നു. സമയത്തിയോ? നമ്മൾ പിരിയാണ്. എന്നാൽ സഹോദരങ്ങളെ, പിരിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിപ്പോ, ആ തകർന്നു കിടക്കുന്ന
ബാബിലോൺ കാലത്തോടൊരു കാര്യം പറയുന്നു. ദൈവം അരുളിച്ചെയ്യുന്നതെന്തോ അതേ സംഭവിക്കൂ. അവൻ ഇടിഞ്ഞതിനെ പണിയുന്ന ദൈവം, തലകെട്ട് നിൽക്കുന്ന അഹങ്കാരബോധത്തെ സ്തംഭിപ്പിച്ച് തകർക്കുന്ന ദൈവം, ഉന്നത ഭാവവും നികളവുമുള്ളവനെ കടാക്ഷിക്കാത്ത ഒരു നല്ല ദൈവം താഴ്മയുള്ളവനെ ഉയർത്തും. ആ കരുണാ കടാക്ഷങ്ങൾക്ക് കീഴടങ്ങി ജഗത്തിന് ജീവിതം നയിക്കാൻ ഈ വചനങ്ങൾക്ക് ഏവർക്കും അത്യുന്നതൻ സംഗതിയാകട്ടെ. കൂടുതൽ പ്രാർത്ഥനയോടെ പഠനത്തോടെ വചനധ്യാനത്തോടെ നാളെയും വരാം. നാളെ വരുന്നവർ